ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായത്, നമ്മുടെ ഭരണഘടനയാണ്. ഇറ്റ് ഗീവ്സ് എസ് റൈറ്റ് ടു പ്രൊഫസ്, ടു പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്. ഏത് നീ വിശ്വസിക്കുന്നോ അത് വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനും പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള അവകാശം നിനക്കുണ്ട്. സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും സമഭാവനയും സ്വാഭിമാനവും നിനക്ക് ഈ ഭരണഘടന തരുന്നുണ്ടെങ്കിൽ നമ്മളെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ബാബു കെ വർഗീസ് അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തരട്ടെ. കർത്താവിൻ്റെ ദാസനെ ഒരു വാക്കിൽ എനിക്ക് പരിചയപ്പെടുത്താൻ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം എല്ലാ നിലയിലും ഒരു ബഹുമുഖ പ്രതിഭയാണ്. ആത്മീയ മണ്ഡലത്തിൽ ക്രൈസ്തവർക്ക് ഏറെ പരിചിതനായ ഒരു വ്യക്തിയാണ് കർത്താവിൻ്റെ ദാസൻ ബാബു കെ വർഗീസ് അവറുകൾ. അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പ്രമുഖരോടൊപ്പം സമയങ്ങൾ ചെലവഴിക്കുവാൻ, സുവിശേഷം പങ്കുവയ്ക്കുവാൻ, ബൈബിൾ കൊടുക്കുവാൻ അവസരം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിമാരിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് അവർകൾക്കും അതുപോലെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനും പല പ്രമുഖർക്കും ബൈബിൾ കൊടുക്കുവാനും സുവിശേഷം പറയുവാനും ഒക്കെ അവസരം കണ്ടെത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പത്രമാധ്യമങ്ങളിൽ ജേർണലിസ്റ്റായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആധ്യാത്മിക വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞ നാളുകളിൽ ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ, വാക്കുകൾ, വളരെ ശ്രദ്ധേയമായ അദ്ദേഹത്തിൻ്റെ പല ടോക്കുകളും അനേക പ്രിയപ്പെട്ടവരെ കണ്ണു തുറപ്പിക്കുവാൻ, പ്രത്യേകിച്ച് പ്രമുഖരായ പല ലീഡേഴ്സിനെയും ബോധവൽക്കരിക്കുവാൻ, അവരെയൊക്കെ കാര്യങ്ങൾ ബോധിപ്പിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ബഹുമുഖ പ്രതിഭ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ, പഠിപ്പിക്കലുകൾ തീർച്ചയായിട്ടും അരോമ ടി വി പ്രേക്ഷകർക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും. ആകയാൽ നമുക്കേവർക്കും ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. ഈ സമയം കർത്താവിൻ്റെ ദാസൻ പ്രിയ ബാബു കെ വർഗീസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നമസ്കാരം. എല്ലാവർക്കും സ്നേഹ അഭിവാദനങ്ങൾ. ആദ്യമായിട്ടൊരു ക്ഷമാപണം. ഞാൻ ഇന്ന് പറയുന്നതും പങ്കുവെക്കുന്നതൊക്കെ കേട്ട് നിങ്ങൾ മടുത്ത് കാണും. ധാരാളം ഇടങ്ങളിൽ ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആവർത്തന വിരസതയാകാൻ ക്ഷമിക്കണം. എങ്കിലും ദേവദാസ് അരോമ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ചോദിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു ബാബുച്ചാൻ. ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തതിന് ആദ്യമായിട്ട് ഞങ്ങൾ വളരെ നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത് കേൾക്കുവാൻ ഞങ്ങളേവരും വളരെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ ആയിരിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ കേട്ടു എന്ന് വിചാരിച്ച ഒരു ആവർത്തന വിരസത ഒരിക്കലും ആകത്തില്ല. അത് ഞങ്ങൾക്ക് അവർക്ക് അനുഗ്രഹമായിരിക്കും. ബാബുച്ചാൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ ബാല്യകാലത്തിലെ ചില ഓർമ്മകൾ പ്രേക്ഷകരുമായിട്ട് അധികം കേട്ടിട്ടില്ലാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ. അത് ഒരു വാക്കിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിനു മുമ്പ് ബാബുച്ചാൻ ഇപ്പോൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊന്ന് ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ബോംബെയിൽ നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ ജീവിത പങ്കാളി കൂടെയുണ്ട്. എൽസി എന്നാ പേര്. ഒരു മകളും ഒരു മകനും കുടുംബമായിട്ട് ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നു. 3 കൊച്ചുമക്കളുമുണ്ട്. എൻ്റെ വീട് അതിമനോഹരമായ കേരളത്തിലാണ്. ലോകത്തിലെ ഇത്ര മനോഹരമായ ഒരു സ്ഥലവുമില്ല കേരളം പോലെ. അവിടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്, ഞാൻ അതിനെപ്പറ്റി പറയുന്നത് ഇറ്റ്സ് എ ബൈബിൾ ബെൽറ്റ് ഓഫ് സെൻട്രൽ ട്രാവൻകൂർ. മധ്യ തിരുവിതാംകൂറിലെ ബൈബിൾ ബെൽറ്റാണ് പത്തനംതിട്ട. ധാരാളം ക്രൈസ്തവര്, ദൈവമക്കള് അവിടെ നിന്ന് ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ പോയിട്ടുണ്ട്. ഒരു 200 വർഷം മുമ്പേ കർത്താവിൻ്റെ വചനം വളരെ ശക്തമായിട്ട് വലിയ മുന്നേറ്റം ഉണ്ടായ ഒരു സ്ഥലമാണ് പത്തനംതിട്ട. അവിടെ അടുത്തൊരു ഗ്രാമമുണ്ട്, അതിൽ മൈലപ്ര എന്ന് പറയും. മൈലപ്പുറവും വെട്ടിപ്പുറവും. അതായത് ദ്രാവിഡന്മാരിങ്ങനെ കാട്ടിൽ കൂടെ, അല്ലെങ്കിൽ കാടാണല്ലോ, കാട്ടിൽ കൂടെ വരുമ്പോൾ മയിലിനെ കണ്ടു, മയിലിനെ വെട്ടി
മയിലിനെ വെട്ടിയപ്പോൾ മയിൽ അപ്പുറത്തായി, നേരെ വെട്ട് ഇപ്പുറത്തുമായി. അപ്പോൾ വെട്ടിപ്പുറമും അത് അടുത്ത ഒരു ഗ്രാമം, തൊട്ട ഗ്രാമം മയിൽ അപ്പുറമാണ്. മയിൽ അപ്പുറം എന്നുള്ളത് മയിലപ്പുറമായിട്ട് മാറി. അങ്ങനെയുള്ള ഒരു ഐതിഹ്യം നിറഞ്ഞ ഒരു ഗ്രാമത്തിൽ ഞാൻ ജനിച്ചത്. ഞാനും പത്തനംതിട്ട ജില്ലക്കാരനാണെങ്കിലും ഇങ്ങനെ ഒരു സംഭവം എനിക്കറിയത്തില്ലായിരുന്നു. അതൊരു രഹസ്യവും വളരെ രസകരവുമായ ഒരു കാര്യമാണ്. ആ അറിവ് വളരെ നന്നായിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ബാബുശാന്റെ ബാല്യകാലത്തിലെ ചില അനുഭവങ്ങളും ഓർമ്മകളും അതുപോലെ ആദ്യകാലത്ത് ഇറങ്ങിത്തിരിച്ച ആ ഒരു ചില സാഹചര്യവും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ പിതാവ് കെ വർഗീസ് എന്ന് പറയും. അദ്ദേഹം ആധാരം എഴുത്തുകാരനായിരുന്നു, കർഷകനുമായിരുന്നു. 10 മക്കളാണ്. ഞാൻ 5 പെണ്ണും 5 ആണും. ഞാൻ 10ാമത്തെ പൈതലാണ്. ഒരു വഴക്കാളിയൊക്കെ ആയിരുന്നു ചെറുപ്പത്തിലൊക്കെ. അപ്പന് വലിയൊരു വിഷമമായിരുന്നു, ഇവൻ എന്തോ ആയി തീരുമെന്നുള്ളതൊക്കെ ആയിരുന്നു. കാരണം സ്കൂളിലൊക്കെ വിപ്ലവത്തിനൊക്കെ ചില രാഷ്ട്രീയമൊക്കെ ആയിട്ട് അതിനൊക്കെ മുൻകൈയൊക്കെ എടുത്തിരുന്നു. ഹിന്ദിക്കെതിരായിട്ടൊക്കെ അന്നത്തെ കാലത്ത് സമരമൊക്കെ ചെയ്ത ആളാണ്. കോളേജിൽ നിന്ന് സസ്പെൻഡൊക്കെ ചെയ്തതാണ്. പക്ഷെ ദൈവം വേർപിരിച്ചു. എൻ്റെ പിതാവ് ഓർത്തഡോക്സ് ചർച്ചിലെ ബാക്ക്ഗ്രൗണ്ടിലാണ്. എന്നാൽ ആധാരം എഴുത്തുകാരനായിരുന്നു. ഒരു ദിവസം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ വഴിത്തലയിൽ നിന്നൊരു സാധാരണ സുവിശേഷകൻ പ്രസംഗിക്കുക. എന്താണെന്ന് അറിയത്തില്ല, അപ്പനെ അറിയത്തൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ചതാ, നീ ചിലപ്പോൾ എന്നെ നീ ചിലപ്പോൾ ഒരു പള്ളിയിലെ ട്രസ്റ്റി ആയിരിക്കും, എന്നാൽ യേശുക്രിസ്തുവുമായിട്ട് നിനക്ക് ഒരു ബന്ധമില്ല എങ്കിൽ, കാൽവറിയിലെ ക്രൂശിലെ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടില്ലെങ്കിൽ നീ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹി വാസ് അറസ്റ്റഡ് വിത്ത് ദാറ്റ് വേർഡ്. ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് തന്നെ പ്രചോദിപ്പിച്ചു. ആ കാലയളവ് KV സൈമൺ സാറിൻ്റെയും നോയൽ സാഹിബിൻ്റെ ഒക്കെ കാലമായിരുന്നു. അങ്ങനെ പിതാവും അവർ 10-15 പേര് തുടർന്ന് ഒരു 120 വർഷം മുമ്പാണ്. അങ്ങനെയാണ് ബ്രദറൻ പ്രസ്ഥാനത്തിന് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടായത്. അങ്ങനെയാണ് അത് അവിടെ തുടങ്ങുന്നത്. അങ്ങനെയാണ് 10 മക്കളെയും ദൈവത്തിൻ്റെ വചനം വളരെ സ്ട്രിക്റ്റായിട്ട് പഠിപ്പിച്ചു. വീട്ടിൽ പഠിക്കുകയും വായിക്കുകയും അതനുസരിക്കുകയും ചെയ്യണമെന്നുള്ളത് വളരെ നിർബന്ധമായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കും. 10 മക്കളും പ്രാർത്ഥിക്കണം. ശനിയാഴ്ച വൈകിട്ട് വേറെ ഒരു പഠനവുമില്ല. ഞായറാഴ്ചത്തേക്കുള്ള സൺഡേ സ്കൂള്, ബാലസംഘം, യോഗം, അതിനൊക്കെ ഉള്ള തയ്യാറെടുപ്പാണ്. ആദ്യകാലത്ത് അതൊക്കെ ഇച്ചിരി എന്നാ പറയുക, നേരത്തെ പിള്ളേർക്കല്ലേ പിടിക്കത്തില്ലല്ലോ. പക്ഷെ ഇപ്പോഴും അതിൻ്റെയൊക്കെ ഒരു 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 അതിൻ്റെ ആഴമായ അർത്ഥം മനസ്സിലായത്. അങ്ങനെയൊക്കെ ഒരു അടിത്തറ, ഒരു ആത്മീയ അടിത്തറ, വചനത്തിലൊരു അടിത്തറ ലഭിച്ചത് കൊണ്ട് ഇന്ന് വളരെ സന്തോഷമുണ്ട്. എന്തെങ്കിലുമൊക്കെ ഈ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അടിസ്ഥാനം ലഭിച്ചു. അതുകൊണ്ടാണ് അവരെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഓക്കെ, നല്ല പത്യോപദേശത്തിലും ബാലശിക്ഷയിലും വളരെ ചെറുപ്പത്തിൽ തന്നെ വളർന്നു വരുവാൻ ഇടയായി തീർന്നു എന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. ആകട്ടെ, മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ദൈവവുമായുള്ള ആ ഒരു അടുപ്പം, ആ ഒരു ആത്മീയമായുള്ള ആ ഒരു വളർച്ചയിലേക്ക് മാർഗദർശിയായി തീർന്ന ഏതെങ്കിലും വ്യക്തികളോ ജീവിതത്തെ സ്വാധീനിച്ചതായ സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് ചുരുക്കമായിട്ടൊന്ന് പറയാമോ? ചെറുപ്പം മുതലേ സൺഡേ സ്കൂളിലൊക്കെ പോകും, ബാലസംഘത്തിലൊക്കെ പോകും. എന്നാൽ യേശുക്രിസ്തുമായിട്ട് ഒരു വ്യക്തിബന്ധമില്ലായിരുന്നു. 8ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം സഹോദരി യേശുക്രിസ്തുവിനെ രക്ഷിക്കപ്പെടുന്നൊരു ആവശ്യം പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പോഴും ഞാൻ ഏറ്റുപറഞ്ഞ സ്ഥലം ഓർക്കുന്നുണ്ട്. വീട്ടിലെ ഒരു മുറിക്കകത്ത് ഒരു ഭാഗത്ത് വെച്ചാണ് യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായും കർത്താവുമായി ഞാൻ എൻ്റെ 8ാമത്തെ വയസ്സിൽ സ്വീകരിച്ചു. അത് എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല, തിയോളജി ഒന്നും അറിയത്തില്ല. എന്നാൽ എന്തോ ഒരു വ്യത്യാസം വന്ന ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. പിന്നെ വളർന്നു, പിന്നെ ഞാൻ സ്നാനപ്പെട്ടു. ബ്രദറൻ സഭയുടെ കൂട്ടായ്മയിൽ യാത്രയായി. അവിടെ ഞങ്ങൾക്ക് ഒത്തിരി കൂട്ടുപ്രവർത്തനം ഉണ്ടായിരുന്നു. 14ാം വയസ്സ് മുതലേ പരസ്യയോഗം തുടങ്ങി. ഞങ്ങളുടെ ബ്രദറൻ സഭ എല്ലാ ആഴ്ചയിലും അവധി ദിവസങ്ങളിലെല്ലാം യുവാക്കന്മാരെയും കൊണ്ട് പരസ്യയോഗത്തിന് പോകുമായിരുന്നു. അതിന് ഒരു കാരണമുണ്ട്. കൊണ്ടുപോകുന്ന സാറ് പരിപ്പുവടയും പഴവും ഒക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. അപ്പോൾ വലിയൊരു സന്തോഷമാണ് അത്. പിന്നെ അങ്ങനെയായി ഇവിടെ പ്രസംഗിക്കാൻ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗം ലഭിച്ചപ്പോഴും 4 പേരോട് കാര്യം പറയാൻ ഒരു മടിയില്ല. ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറഞ്ഞ് തെരുവുകളിൽ ആരോടും ഇത് വിളിച്ചു പറഞ്ഞുള്ള ഒരു ആർജവം ഞങ്ങൾക്ക് ലഭിച്ചു. അതാണ് ഞങ്ങളുടെ പശ്ചാത്തലം. പിന്നെ കോളേജിൽ പഠിച്ചപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ ഇടപെട്ടുവെങ്കിലും അന്നൊരു പ്രൊഫസർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കുഞ്ഞെ രാഷ്ട്രീയമല്ല, ഡോണ്ട് ഗോ ഫോർ പൊളിറ്റിക്സ് ബട്ട് കം ഫോർ പ്രെയർ മീറ്റിംഗ്. യുവിൻ്റെ ശക്തമായ മീറ്റിംഗ് പത്തനംതിട്ട കാത്തലിക്കറ്റ് കോളേജിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രെയർ മീറ്റിങ്ങിന് പോയി. അങ്ങനെ പിന്നീട് പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ തന്നെ അസംബ്ലിയുടെ പ്രവർത്തനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അതുകൊണ്ട് ആത്മീയമായ ഒത്തിരി അനുഭവങ്ങൾ നേടുവാൻ ദൈവം ഇട ചെയ്തു. ഐ കുഡ് മൂവ് വിത്ത് എ ലോട്ട് ഓഫ് ബിലീവേഴ്സ്. ധാരാളം
പ്രസംഗം ഒരു വീട്ടിൽ വരും. ഞങ്ങൾ 10 മക്കളാണ് എങ്കിലും ആദ്യകാലത്തെ ഒരു പൈനിയർ എന്ന നിലയിൽ ഞങ്ങളുടെ വീട്ടിൽ ധാരാളം സ്വദേശീയരും തദ്ദേശീയരും വിദേശീയരുമായ ധാരാളം മിഷണറിമാർ വരുമായിരുന്നു. എനിക്ക് മിഷണറിമാർ വരുമ്പോൾ എൻ്റെ മൂത്ത സഹോദരന്മാരുടെ പരിപാടി എന്ന് പറയുന്നത് അവരുടെ ആഹാരം മറ്റു കാര്യങ്ങൾ നോക്കുക. എൻ്റെ പണി അവരുടെ ചെരുപ്പ് തുടയ്ക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ, ആത്മീയമായിട്ട് എന്തെങ്കിലും അല്പമായി ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മിഷണറിമാരുടെ ചെരുപ്പ് തുടച്ചുകൊണ്ട് അവരെനിക്ക് വലിയൊരു കൗതുകമായിരുന്നു. കാരണം വെറും അവരിങ്ങനെ വരും, ഒരു സഞ്ചിയിൽ ഒരു കറുത്ത പുസ്തകം കാണും. പക്ഷെ അവർ വലിയ അറിവോ വലിയ ഷോ ഒന്നുമില്ല. പക്ഷേ ദേ വർ മെൻ ആൻഡ് വിമൻ ഓഫ് ഗ്രേറ്റ് പവർ. ഭയങ്കര ശക്തരായിരുന്നു. ഇവരുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിന് എന്തോ ശക്തിയുണ്ടെന്ന് എനിക്ക് അന്നേ ബോധ്യമായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം അവരങ്ങോട്ട് സംസാരിക്കുക, ഞങ്ങളോട് പങ്കുവയ്ക്കുക, അവർ പോയ സ്ഥലത്തെ കാര്യങ്ങളൊക്കെ പറയുക, മിഷണറിമാരുടെ ചരിത്രം കേൾക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ പിതാവ് നല്ല വായനക്കാരനായിരുന്നു. ധാരാളം പുസ്തകം അന്നേ പ്രത്യേകിച്ച് മിഷണറിമാരുടെ പുസ്തകം കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ വായനയും എഴുത്തും ചിന്തയും ചർച്ചയും ഒക്കെ ആയിട്ട് വളർന്ന ഒരു വീടാണ്. അതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നല്ല ഒരടിത്തറ ആത്മീയ ജീവിതത്തിന് ലഭിച്ചു എന്ന് ആ വാക്കുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഇന്ന് ഒരുപാട് ശുശ്രൂഷ മണ്ഡലത്തിൽ ഒരുപാട് പേര് ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ധാരാളം ശുശ്രൂഷകരുണ്ട്. എന്നാൽ അവരിൽ നിന്നൊക്കെ വേറിട്ട ഒരു ആത്മീയ കാഴ്ചപ്പാടും അതുപോലെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് പ്രചോദനമുണ്ടാകുന്ന പ്രഭാഷണങ്ങളും ദൈവവചനത്തിലെ ആഴമേറിയ അറിവും അതുപോലെ കേൾക്കുന്നവർക്ക് അത് പ്രയോജനപ്പെടണമെന്നുള്ളതായ ഒരു ചിന്താഗതിയും ഇങ്ങനെയൊക്കെ നിലയിൽ ഒരു വേറിട്ട നിലവാരത്തിൽ ഒരു ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിച്ച സാഹചര്യം അല്ലെ ഒരു ഘടകം എന്താണ് എന്നൊന്ന് പറയാമോ? തികച്ചും ഒരു വ്യത്യസ്ത ഒരു ശുശ്രൂഷ തന്നെയാണ് പ്രിയ ബാബുച്ചാൻ്റെതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി സെക്യുലർ അനുഭവങ്ങൾ എനിക്കുണ്ടായി. അതെന്നെ വളരെ സ്വാധീനിച്ചു. അപ്പോൾ സെക്യുലർ നോളജ്, സെക്യുലർ അനുഭവങ്ങൾ അതും ബൈബിളും കൂടെ ഒരേ സമാന്തരമായിട്ട് എനിക്ക് കൊണ്ടുപോകാനിടയാക്കി. അപ്പം ഞാൻ ഈ ലോകത്തിലെ കാര്യങ്ങളെയും ശാസ്ത്രവും രാഷ്ട്രീയവും സാമൂഹികമായ കാര്യങ്ങളെ ഞാൻ എപ്പോഴും വിശകലനം ചെയ്തത്, ഞാൻ വീക്ഷിച്ചത് എപ്പോഴും ഒരു ബൈബിളിക വീക്ഷണം, ഒരു ബിബ്ലിക്കൽ വേൾഡ് വ്യൂ എനിക്കുണ്ടായിരുന്നു വ്യക്തിപരമായി. എനിത്തിങ് വാട്ട് ഈസ് ദ ബൈബിൾ സേ അബൌട്ട് ദിസ്, നാം ഇന്ന് നേരിടുന്ന അല്ലെ ഞാൻ ഇടപെടുന്ന ഈ സംഭവത്തിൽ, ഈ ചരിത്ര കാര്യത്തിൽ, ഈ ശാസ്ത്രത്തിൽ ബൈബിൾ എന്ത് പറയുന്നു? എപ്പോഴും അങ്ങനെ ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ വളർന്നത്. വാട്ട് ഈസ് ദ ബൈബിൾ സേ, ബൈബിൾ എന്ത് പറയുന്നു? അപ്പോൾ അങ്ങനെ സമാന്തരമായി ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വീക്ഷിക്കാനുള്ള അനുഭവം ദൈവം തന്നു. പിന്നെ പഠനം വളരെ വിശാലമായിരുന്നു എൻ്റെ. അതുകൂടാണ് ഒരു കാരണം. ഒന്ന്, ഞാൻ BA ഇംഗ്ലീഷാണ് പഠിച്ചത്. അതുകൊണ്ടുകൂടെ മലയാള സാഹിത്യം കൂടെ പഠിച്ചു. അതിനുശേഷം MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒരു കോഴ്സ് ഫോണറ്റിക്സ് ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജസ് ലിംഗ്വിസ്റ്റിക്സിൽ ചെയ്തു. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ വന്നിട്ട് ബിസിനസ് മാനേജ്മെൻറ്റ് പഠിച്ചു, പബ്ലിക് റിലേഷൻസ് പഠിച്ചു, ജേർണലിസവും പഠിച്ചു. ഞാൻ എൻ്റെ തൊഴിൽ തുടങ്ങുന്നത് ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് 1973, 52 വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് ഞാൻ 10 വർഷത്തിന് ശേഷം എൻ്റെ പ്രൊഫഷൻ മാറി ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. മിഡിൽ ഈസ്റ്റിൽ ഞാനൊരു ജേർണലിസ്റ്റായിരുന്നു. അവിടെ ഒരു അന്തർദേശീയ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു, റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്തു. ആ സമയത്ത് മനോരമയ്ക്കും ഇന്ത്യൻ എക്സ്പ്രസിനും ടൈംസിനും ഒക്കെ വേണ്ടി ഞാൻ സ്ട്രിങ്ങറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം 5 വർഷം കഴിഞ്ഞ് ഞാൻ എൻ്റെ 35ാമത്തെ വയസ്സിൽ ബോംബെയിലേക്ക് തിരികെ വന്ന് GLS പബ്ലിഷിംഗ് കമ്പനിയുടെ മാനേജിങ് എഡിറ്ററായി 10 വർഷം അവിടെ വർക്ക് ചെയ്തു. പിന്നെ 2000-ന് ശേഷം ഞാൻ സ്വന്തമായ പുസ്തകം എഴുത്തും വായനയും പ്രഭാഷണവും യാത്രയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഒരു കാരണം, ബൈബിൾ വായിക്കുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഇതെപ്പോഴും പറയുന്നത്, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിൽ ധാരാളം വരുന്ന ബ്രദറൻ ബൈബിൾ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ വചനം അങ്ങ് അരച്ചു കുടിച്ചിരിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് പ്രവചന വിഷയങ്ങളിൽ ദേവർ എക്സ്പേർട്സ്. അന്ന് മുതൽ ഇസ്രായേൽ എന്തുവാ സംഭവിക്കുന്നത്, അത് അവരുടെ വചനം മൊത്തം പ്രവചനം. അപ്പം ഈ ബൈബിള് ഇറ്റ്സ് നോട്ട് ഓൺലി 2 കാര്യങ്ങൾ അവർ എന്നെ പഠിപ്പിച്ചത്. ഒന്ന്, ദിസ് ഈസ് എ മേക്കേഴ്സ് മാനുവൽ ഫോർ മാൻകൈൻഡ്. ഇതൊരു ഗൈഡ് ബുക്കാണ്. ഇപ്പോൾ നമ്മളൊരു സാധനം കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളൊരു ഗാഡ്ജറ്റ് വാങ്ങിച്ചാൽ, ഒരു ഫോൺ വാങ്ങിച്ചാൽ, ഒരു ഗൈഡ് ബുക്ക്, ഒരു മാനുവൽ തരത്തിൽ, ഓപ്പറേഷൻ മാനുവൽ. അതുപോലെ ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് നൽകിയ ഓപ്പറേഷൻ മാനുവലാണ്.
അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ലുക്ക് അറ്റ് ദിസ് ഗൈഡ്. ഇപ്പോൾ മനുഷ്യന് പറ്റിയ പ്രമാദം എന്ന് പറയുന്നത് ആ ഓപ്പറേഷൻ മാനുവൽ ഇല്ലാതെ മനുഷ്യന് അവൻ്റെ ജീവിതം മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. സോ യു മേക്ക് എ മെസ് ഓഫ് യുവർ ലൈഫ്, ഇല്ലയോ? ഓപ്പറേഷൻ മാനുവൽ ഇല്ലാതെ ഒരു ടെലിഫോൺ കേടായാൽ ശരിയാക്കാനോ ഒക്കത്തില്ല. അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കണ്ടേ. അതാണ് മനുഷ്യന് ഇതൊരു ക്രിസ്ത്യൻ ബുക്കാണ്, ഒരു സ്പിരിച്വൽ ബുക്കാണ്, ഒരു ക്രിസ്ത്യാനിയുടെ ബുക്കാന്നൊക്കെ പറഞ്ഞ് അവഗണിച്ചിരിക്കുക. അതാ മനുഷ്യന് പറ്റിയ പ്രമാദം എന്ന് പറയുന്നത്, മനുഷ്യന് പറ്റിയ അപജയം എന്ന് പറയുന്നത് അതാ. പക്ഷെ ചെറുപ്പകാലത്ത് മുതലേ ഈ ബൈബിളിൻ്റെ ധന്യത ഒന്ന് ഉൾക്കൊള്ളുവാൻ ദൈവം ഞങ്ങൾക്കിട ചെയ്തു. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായി ഞാൻ കാണുന്നത്. അപ്പോൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വീക്ഷിക്കുക. ഒന്ന്, ഞാൻ പറഞ്ഞത് ബൈബിൾ ഒരു ഓപ്പറേഷൻ മാനുവൽ. രണ്ട്, ബൈബിൾ ഈസ് എ ഹിസ്റ്ററി ബുക്ക്, ഒരു ചരിത്ര പുസ്തകമാണ്. ദിസ് നോട്ട് സ്പെക്കുലേഷൻ ബട്ട് റെവലേഷൻ. ഊഹാപോഹമല്ല, മനുഷ്യൻ്റെ ഒരു മനസ്സിൽ ഉരുത്തിരിഞ്ഞല്ല. ഇറ്റ് ഈസ് ഗോഡ്സ് വേർഡ്, ഗോഡ്സ് വോയിസ് ഇൻ മാൻസ് വൊക്കാബുലറി. ദൈവത്തിൻ്റെ ശബ്ദം മനുഷ്യ വാക്കുകളിൽ എത്രയേ ഉള്ളൂ. വാക്കുകൾ മനുഷ്യൻ്റെ ആണ്, ശബ്ദവും ഇൻസ്പിറേഷനും പ്രചോദനവും എല്ലാം ദൈവത്തിൻ്റെ. ഐ കോൾ ഇറ്റ് ദ ഇൻസ്പയർഡ്, ഇൻഫാലിബിൾ, ഇന്നറന്റ്, ഇറ്റേണൽ വേർഡ് ഓഫ് ഗോഡ്. ദൈവം വിശ്വസിച്ച ദൈവ വാക്കുകളാണ്. അപ്പം അത് അതിൻ്റെ ധന്യതയിൽ സ്വീകരിക്കുന്നു, അതിൻ്റെ അർത്ഥത്തിൽ സ്വീകരിക്കുന്നു. അപ്പോൾ അത് ഒരു ഹിസ്റ്ററി ബുക്കാണ്. ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ഇത് അച്ചട്ടായിട്ട് എഴുതിയിരിക്കുന്ന മോസ്റ്റ് ആക്യുറേറ്റ് ഓത്തന്റിക് ബുക്ക് ലോകത്തിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. 7150 ഭാഷകൾ ഇന്ത്യയിലുണ്ട്. അതിൽ 3100 ഭാഷകളിൽ ഈ ബൈബിൾ ഉണ്ടെന്നേ, ബൈബിളിൻ്റെ ഭാഗമുണ്ട്. ഇന്ന് 2800 ഭാഷകളിൽ ട്രാൻസ്ലേഷൻ നടക്കുക. ഇന്ത്യയിലെ 1652 ഭാഷകളുണ്ട്. അതിൽ 200 ഭാഷകളിലുണ്ട് ഈ പുസ്തകം. 200 ഭാഷകൾക്ക് ആധുനിക ലിപി നൽകിയത് ഈ പുസ്തകമാണ്. ഈ ബൈബിൾ പ്രവർത്തകരാണ്, ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സാണ്. ഇപ്പോഴ് 180 ഭാഷകളിൽ, ഇന്ത്യയിലെ 180 ഭാഷകളിൽ ട്രാൻസ്ലേഷൻ നടക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതിനോട് പിന്നീട് പറയാം, പറഞ്ഞു വന്നത് ഈ ബൈബിളിൻ്റെ ധന്യത ഇതില്ലാതെ പോയാൽ മനുഷ്യന് അപജയമാണ്. ദൈവകൃപയാൽ എൻ്റെ പിതാക്കളിൽ നിന്ന്, എൻ്റെ മാതാപിതാക്കളിൽ നിന്നും, എൻ്റെ സഭയിൽ നിന്നും, കൂട്ടു സഹോദരത്തിൽ നിന്നും മനസ്സിലാക്കിയതിനനുസരിച്ച് ഇതിൻ്റെ ധന്യത, വാട്ട് എ പ്രഷ്യസ് തിങ്. തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു നീ ചോൽത്തോഴ, തേനൊടു തേൻ കൂട് അതിലെ ദളിതൻ ഇതിന് സമമോ തോഴ. ഇത് ധ്യാനിക്കുക, നീ ധ്യാനിക്കുക, മനസ്സിലാക്കുക, അനുസരിക്കുക, അതിൻ്റെ ധന്യതയാണ്. അപ്പോൾ ബൈബിള് ഞാൻ പറയും ചരിത്ര പുസ്തകമാണ്. ഇന്ന് ലോകം എവിടെ നിന്ന് വന്നു, ഞാൻ എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എങ്ങോട്ട് പോകുന്നു, മനുഷ്യൻ എങ്ങനെ വന്നു, വ്യക്തമായ ഉത്തരവുണ്ട്. അപ്പം ലോകത്തിലെ എല്ലാ സംഭവങ്ങളും ഓരോ ദിവസവും ഉരുത്തിരിയുന്ന സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും സംഭവങ്ങളും ദൈവവചനത്തെ അടിസ്ഥാനത്തിൽ എന്ത് നടക്കുന്നു, അതാണ് എൻ്റെ പണി. ഒന്ന്, ഐ എം എ ജേർണലിസ്റ്റ്. ഐ ലുക്ക് അപ്പ് ദ വേൾഡ് ഇൻ എ ക്രിട്ടിക്കൽ വ്യൂ. വളരെ ക്രിട്ടിക്കലായിട്ടാണ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ എന്ത് പറയുന്നു. ഓരോ സംഭവങ്ങളും, ഇസ്രായേലിൽ നടക്കുന്നത്, ഇന്ത്യയിൽ നടക്കുന്നത്, റഷ്യയിൽ നടക്കുന്നത്, എല്ലാ കാര്യങ്ങളെയും രാഷ്ട്രീയമായ ഉരുത്തിരിവുകൾ, വ്യത്യാസങ്ങൾ ബൈബിൾ എന്ത് പറയുന്നു, അതാണ്. അങ്ങനെയാണ്. അപ്പം അങ്ങനെ വീക്ഷണമായതുകൊണ്ട് എനിക്ക് വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഹൃദയത്തിൽ ഉടലെടുക്കുവാനിടയായിത്തീരുകയും അതിനോടനുബന്ധിച്ച് എല്ലാ മേഖലകളെയും സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്ന് തിരിച്ചറിഞ്ഞ് ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കി എടുത്തു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ആത്മീയ കുടിവരവിനുള്ള ബന്ധത്തിൽ ഒരു ബ്രദറൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പരിമിതികളോ ലിമിറ്റേഷൻസോ ജീവിതത്തിൽ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ സുവിശേഷം എത്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച എല്ലാ മേഖലകളിലേക്കും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് പറയാൻ കഴിയുമോ? ഈ ബ്രദറൻ പശ്ചാത്തലം ഞങ്ങൾ വളരെ നിർബന്ധമായിരുന്നു. സുവിശേഷ വേല വ്യക്തികളായി യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കണം, സ്നേഹിതരോട് പറഞ്ഞിരിക്കണം. ട്രാക്സ്, എൻ്റെ അപ്പനൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്ത വൺ ഓഫ് ദി ഫസ്റ്റ് ട്രാക്ക് സൊസൈറ്റിയാണ് മൈലപ്ര ട്രാക്ക് സൊസൈറ്റി. 100 വർഷത്തിൽ കൂടുതൽ, 110 വർഷമായതാണ്. എന്തുമാത്രം ട്രാക്റ്റുകൾ, ലക്ഷക്കണക്കിന് ട്രാക്റ്റുകൾ. അപ്പോൾ അന്ന് മുതലേ ട്രാക്റ്റുകൾ ഉപയോഗിക്കുക, സ്നേഹിതർക്ക് അത് കൊടുക്കുക, ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ സുവിശേഷ വേല
വ്യക്തികളുടെയും സഭയുടെയും സമൂഹത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യമായിരുന്നു ഞങ്ങളുടെ സഭയെ സംബന്ധിച്ചോളം. അങ്ങനെയാണ് വളർന്നത്. അപ്പം മറ്റുള്ളവർ സുവിശേഷം പങ്കുവയ്ക്കുക എന്നുള്ളത് അത്യാവശ്യം. പക്ഷേ സുവിശേഷം പങ്കുവെച്ച് വഴക്കുണ്ടാക്കാൻ വെക്കുമോ, കോപിക്കാൻ വെക്കുമോ? അതവിടുത്തെ ഗുണം. ഞാൻ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞേച്ച് ഓട്ടോറിക്ഷക്കാരുമായിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവറുമായിട്ട് വഴക്കുണ്ടാക്കാൻ വെക്കുമോ, ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കാൻ നോക്കുമ്പോൾ അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി. നീ സുവിശേഷകനാണെങ്കിൽ, ക്രിസ്തു മകനും മകളും ആണെന്നുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് എടുക്കണം. യു ആർ ഡിഫറെൻറ്റ്, നീ വേർപെട്ടവനാണ്. ഈ ലോകത്തുമായിട്ട് നീ ലോകത്തിലാണെങ്കിലും യു ആർ ഇൻ ദിസ് വേൾഡ് ബട്ട് നോട്ട് ഓഫ് ദിസ് വേൾഡ്. അപ്പം നീ ലൗകികന്മാരെ പോലും ഇടപെടാൻ ഒക്കത്തില്ല, ഭൗമികരെ പോലെ ഇടപെടാൻ ഒക്കത്തില്ല. അപ്പം നിനക്ക് ചില മൂല്യങ്ങളുണ്ട്. നിന്റെ മൂല്യം എന്ന് പറയുന്നത് ഡിവൈനാണ്, സ്വർഗീയമാണ്. നിന്റെ മൂല്യം ബൈബിളികമാണ്. അപ്പോൾ ബൈബിളിക വീക്ഷണം ലഭിച്ചത് കൊണ്ട് അങ്ങനെ യാതൊരു പരിമിതികളുമില്ല. അപ്പോൾ ലോകത്ത് എല്ലായിടത്തും പോയി സുവിശേഷം അപ്പനത്തായിരുന്നു പറയും മക്കളോട്, 10 മക്കളും ഇന്ന് ലോകത്തെ വിവിധ വാങ്ങില്ല, എവിടെയും പോയി ലോകത്ത് എല്ലായിടത്തും പോയി സാക്ഷികളാകും. അതാണ് ആ വാക്ക ആണ് പിതാവ് പറഞ്ഞുകൊണ്ടിരുന്നത്, മാധവൻ പറയുന്നത്. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു പറയുക മാത്രമല്ല, ബി മൈ വിറ്റ്നസ്. അത് എന്നെ ഇപ്പം മറ്റുള്ളവരെ യേശുവിൻ്റെ സാക്ഷിയാണ്, യേശുവായിട്ടാണ് കാണേണ്ടത്. ഐ ആം ഹിസ് അംബാസിഡർ. യേശുക്രിസ്തുവിൻ്റെ രാഷ്ട്രീയമാണ്. യേശുക്രിസ്തു വലിയ രാഷ്ട്രീയക്കാരനാണ്, തൻ്റെ രാഷ്ട്രം പണിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ആ രാഷ്ട്രത്തിലെ അംബാസഡറാണ് ഞാൻ. ഐ ആം ദി അംബാസഡർ ഓഫ് ദ ഹെവൻലി കിങ്ഡം. അപ്പം അംബാസഡർമാരെന്താ ചെയ്യുന്നത്? അതിനെ പ്രൊമോട്ട് ചെയ്യുക. ഞാൻ അതാ ചെയ്യുന്നത്. അതുകൊണ്ട് ബ്രദറൻ സഭകൾ എപ്പോഴും അതിന് വളരെ ശക്തമായി ഞങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. ഫുൾ ടൈം കർത്താവിൻ്റെ വേല ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം. എല്ലാ മക്കളും ചെയ്യണം, ജോലിയോട് കൂടാണെങ്കിലും അല്ലെങ്കിലും. അൾട്ടിമേറ്റ്ലി വി ആർ ദി സെർവൻസ് ഓഫ് ഗോഡ്. എന്താ നമ്മൾ സുരക്ഷ വേല ചെയ്യുന്നത്? ലക്ഷക്കണക്കിന് ആൾക്കാർ യേശുവില്ലാതെ, യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കാതെ നരകാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിതാവ് പറയുന്ന ഒരു കാര്യമായിരുന്നു, നീ ഒരു അഗ്നിരക്ഷാ സേനാ അംഗമാണെന്ന്. അഗ്നിരക്ഷയാണ് നമ്മുടെ പണിയല്ലേ? നരകാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരുന്നവരെ രക്ഷിക്കാനുള്ള വലിയൊരു ദൗത്യമാണ് നിങ്ങൾക്ക് മക്കൾക്കും എല്ലാവർക്കും ഉള്ളത്. അതാണ് നാം ചെയ്തത്. അപ്പോൾ അത് ഗൗരവമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഉഴപ്പാൻ ഉദാസീനായിരിക്കാൻ ഒക്കത്തില്ല. തീയിലേക്ക് ഒരുത്തും പോയിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മൾ ഈ ഫയർ ഫൈറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? എന്തൊരു സജ്ജമാണ്, എപ്പോഴും 24 മണി സജ്ജമാണ്. അവർക്ക് ഉദാസീനതയില്ല. എങ്ങനെയെങ്കിലും തീയിലുള്ളവനെ രക്ഷിക്കുക, അതാണ് ആ ഗൗരവമാണ്. നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ചിലർക്ക് വേണ്ടായിരിക്കും, വേണ്ട, അത്രേ ഉള്ളൂ. ഇത് പറയണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുമില്ല. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ, ഒരു വേലിക്കെട്ട്, ബ്രദർ എന്ന് പറയുന്ന ഒരു വേലിക്കെട്ടിൽ ഞാൻ നിൽക്കുന്നില്ല ഒരിക്കലും. ഞാനൊരു പത്രപ്രവർത്തനാണ്, ഒരു പൊതുപ്രവർത്തകനാണ്. എൻ്റെ പഠനം ആ രീതിയിലാണ്. ഞാൻ ലിംഗ്വിസ്റ്റ് ആൻഡ് ജേർണലിസ്റ്റ്. എൻ്റെ ചിന്താഗതികളെല്ലാം വിശാലമാണ്. ഒരു മതിലുകളും ഒരു അതിർവരമ്പുകളും ഇല്ല. അതിനെല്ലാം ഞാൻ പൊട്ടിക്കും. ഞാൻ കോളേജുകളിൽ പോകും, യൂണിവേഴ്സിറ്റികളിൽ പോകും, സെമിനാരികളിൽ പോകും, എല്ലായിടത്തും ആര് വിളിച്ചാലും, ഹൈന്ദവനാണേലും മുസ്ലിം ആണേലും അല്ലാത്ത ആര് വിളിച്ചാലും ഞാൻ പോകും. എനിക്ക് ദൈവം ഏർപ്പെടുത്തി ഞാൻ പങ്കുവയ്ക്കും. ഒരു തടസ്സവും ഇതുവരെ ഉണ്ടായിട്ടില്ല. മാതാപിതാക്കളിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും സഭയിൽ നിന്നും എനിക്ക് 100% സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും ആ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം, സദ്വർത്തമാനം, ആ ക്രൂസിൻ്റെ സാക്ഷിയായി തീരുക എന്നുള്ളത് സൗഭാഗ്യകരമായ ഒരു അനുഭവമാണ്. പ്രിയ ബാബുച്ചാന് ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം നടത്തുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആകട്ടെ, മുന്നോട്ട് പോകുമ്പോൾ ഈ തലമുറ ഇന്ന് ഒരു വല്ലാത്ത കാലഘട്ടമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ബൈബിൾ എന്ന് പറയുന്നത് വളരെ ആദരവും ബഹുമാനം അർഹിക്കുന്നതും, അപ്പോൾ തന്നെ നേരത്തെ ബാബുച്ചാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഒരു കൈപ്പുസ്തകമാണ്, നമ്മുടെ ഒരു പ്രോപ്പർ ചാനലാണ്. നമ്മൾ എങ്ങനെ നിത്യതയിലേക്ക് പോകണം എന്നുള്ള ഒരു വഴികാട്ടിയാണ്. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് എല്ലാം കൊണ്ടും ഒരു അവഗണിക്കപ്പെട്ട ഒരു നിലയിലേക്ക് ആ പുസ്തകം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശാസ്ത്രമൊക്കെ വളർന്നു, സയൻസ് ഒത്തിരി വളർന്നു, എല്ലാ നിലയിലും സാമ്പത്തികപരമായിട്ട് എല്ലാ മേഖലയിലും ഉയർച്ചകളൊക്കെ ഉണ്ട്. ഇന്ന് വളർന്നു വരുന്ന പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ പോലും ഉള്ള തലമുറകൾ ഇന്ന് വേണ്ടതുപോലെ വിശുദ്ധ തിരുവെഴുത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ആ നിലയിലേക്ക് ഇന്ന് വളർത്തിക്കൊണ്ടുവരുന്നില്ല എന്നൊക്കെ നമ്മൾ കാണുന്നു. ഇങ്ങനെയുള്ള ഒരു തലമുറയ്ക്ക് ബാബുച്ചാൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ആ ഒരു ഭാരം, അല്ലെങ്കിൽ ഈ അറിഞ്ഞ സത്യം ഏത് നിലയിൽ ഈ തലമുറയ്ക്ക് കൈമാറാൻ ബാബുച്ചാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രബോധിപ്പിക്കാൻ എന്താണ് ഹൃദയത്തിലുള്ള ഒരു ഭാരം, അല്ലെങ്കിൽ ഒരു സന്ദേശം എന്താണ് എന്നൊന്ന് ചുരുക്കം വാചകങ്ങളിൽ ഒന്ന് പറയാം.
എൻ്റെ ഒന്നാമത്തെ സങ്കടവും ദുഃഖവും ക്രിസ്ത്യാനി വിശ്വാസിയും എന്ന് നാം പറയുന്നുണ്ടെങ്കിലും ഒരു നല്ല പങ്കും യേശു ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഞങ്ങളുടെ സഭ ഉൾപ്പെടെയാണ് പറയുന്നത്. ഒരു സഭയെ ഞാൻ കുറ്റം പറയല്ല. ഇന്നത്തെ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് യുവ സമൂഹത്തിൻ്റെ ഒരു സഭ നല്ല മനുഷ്യരാണ്. ആ ഒരു സഭയിൽ പോകും, വേണേൽ പ്രസംഗിക്കും, എല്ലാം ചെയ്യും. എന്നാൽ ദേ ഡോണ്ട് വാക്ക് വിത്ത് ദ ലോർഡ്. കർത്താവിൻ്റെ കൂടെ നടക്കുന്നില്ല. ഈനോക്ക് കൂടെ നടന്നു, ഹാനോക്കല്ലേ? എന്തോ അതിൻ്റെ അർത്ഥം? ഹി ഹാഡ് ക്ലോസ് ഇൻറ്റിമേറ്റ് മോമെന്റ് ബൈ മോമെന്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. ഇതൊരു വിവാഹമാണ്. നമ്മൾ വിവാഹം കഴിച്ചവർക്കറിയാം, ഭാര്യയും ഭർത്താവുമായിട്ട് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പാണ്. നാം വിവാഹ ദിവസം ഒരു ഉടമ്പടിയാണ്, നീ എൻ്റേത്, ഞാൻ നിൻ്റേത്. അതാ യേശുക്രിസ്തുവായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ഒരു വിവാഹ ബന്ധമാണ്. യേശുക്രിസ്തുവിനെ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കർത്തൃത്വം കീഴാൻ. നമ്മൾ പലപ്പോഴും രക്ഷിക്കപ്പെട്ടാന്ന് അതൊരു വാക്കല്ലേ. കർത്തൃത്വത്തിൽ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ് എൻ്റെ കർത്താവ്, എൻ്റെ അധിപൻ, എന്നെ നിയന്ത്രിക്കുന്നവൻ. നീ അവൻ്റെ കർത്തൃത്വത്തിലാണോ അനുനിമിഷം? അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. സഭയിൽ പോകുന്നുണ്ട്, സാക്ഷ്യം പറയുന്നുണ്ട്, വർഷിപ്പ് ലീഡറാണ്, എന്തെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ കർത്താവുമായിട്ട് അതിന് ബന്ധമില്ലാത്തതുകൊണ്ട് ഐഡന്റിറ്റി ക്രൈസിസ്. ഞാൻ പറയും, ഇതാണ് ഇന്നത്തെ തങ്ങളുടെ പ്രശ്നം. ഐഡന്റിറ്റി ക്രൈസിസ്. വി ഡോണ്ട് നോ ഹൂ വി ആർ. ഒരു സ്വത്വം. ഞാൻ ആരാ? ഞാൻ ആരാണ്? തിമോഥെയോസിന് പറയുമ്പോൾ നീ ആരാ? നീ ദൈവമകനാണ്, അല്ലേ? നീ ഒരു യോദ്ധാവാണ്, നീ ഒരു ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ്. ആ കർത്താവിൻ്റെ മകനും മകളും എന്ന് പറഞ്ഞാൽ എന്തൊരു ഗൗരവപരമായ ഒരു കാര്യമാണ്. അപ്പം എൻ്റെ അപ്പനെ എനിക്ക് ഒറ്റിക്കൊടുക്കാൻ ഒക്കും. എൻ്റെ പിതാവ് എൻ്റെ ദൈവമല്ലേ. എൻ്റെ കർത്താവിനെ എനിക്ക് ഒറ്റിക്കൊടുക്കാൻ ഒക്കും. അപ്പം ഞാൻ തെറ്റ് ചെയ്താൽ, ഞാൻ കർത്താവിനെ നിഷേധിച്ചാൽ, ബൈബിളിനെ ഞാൻ ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ ഞാനതിനെ തിരസ്കരിച്ചാൽ ഞാൻ എൻ്റെ കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയല്ല, എൻ്റെ കർത്തൃത്വം ഇല്ലാതായി. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇടയിൽ നമ്മുടെ വീടുകളിൽ ഉൾപ്പെടെ മക്കളോട് ഈ കർത്താവിൻ്റെ കർത്തൃത്വം മനസ്സിലാക്കണം. എവറി മോമെന്റ് ഞാൻ ചെയ്യുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത്, പ്രതികരിക്കുന്നത് അവൻ്റെ കർത്തൃത്വം കിട്ടും. കർത്താവിൻ്റെ ആലോചനപ്രകാരമാണ്. എൻ കണ്ണിനാൽ ഞാൻ നിന്നെ നടത്തും. ഞാൻ കർത്താവിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവ് ഞാൻ തെറ്റി കാണിച്ചു തരും, ബാബു നീ അത് ചെയ്യാൻ പാടില്ല, ഏറ്റുപറയണം. അപ്പോൾ ഒരു ഏറ്റുപറച്ചിൻ്റെ അനുഭവം ഉണ്ടാവണം. അപ്പോൾ ഒന്ന്, കർത്താവിൻ്റെ കർത്തൃത്വം അനുഭവിക്കണം. രണ്ട്, ഈ ബൈബിള് എൻ്റെ അനുദിന ഗൈഡ് ബുക്കായിട്ട് വരണം. ബ്രദർ ഓർപ്പിച്ച പോലെ ഗൈഡ് ബുക്കാണ്. ഞാൻ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം എന്ത് പറയുന്നു? ഇപ്പോൾ എനിക്ക് എൻ്റെ കുറച്ച് പൈസ ഉണ്ട്, അത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതെന്ത് പറയുന്നു? എൻ്റെ സമയം, എൻ്റെ മുതൽ മുടക്ക്, എൻ്റെ സമയം എന്തിനു വേണ്ടിയുള്ളതാ? എൻ്റെ താലന്ത് എന്തിനു വേണ്ടിയുള്ളതാ? എൻ്റെ അവസരങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാ? എൻ്റെ വിഭവശേഷികൾ എന്തിനു വേണ്ടിയുള്ള മൈ റിച്ചസ്, മൈ റിസോഴ്സസ് എല്ലാം കർത്താവിന് വേണ്ടിയല്ലേ. നമ്പർ 3, കർത്താവിനൊരു ആഗോള പദ്ധതി മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ കർത്താവിന് എന്നെക്കുറിച്ച് ഒരു ധാരണയുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അപ്പം ഞാൻ യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, കർത്താവേ വാട്ട്സ് യുവർ പ്ലാൻ ഫോർ മീ? എനിക്ക് വേണ്ടി ചോദിക്കണം, പ്ലാൻ ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷം അല്ലെ 60 വർഷം വെച്ച് വേണ്ട. ഈ ഒരു ദിവസത്തേക്ക് എന്തിന് പ്ലാൻ എന്താ? എൻ്റെ പഠനം എന്തിനു വേണ്ടിയുള്ളതാ? എൻ്റെ തൊഴിലെന്തിനു വേണ്ടിയുള്ളതാ? എൻ്റെ അവസരങ്ങൾ എന്തിനു വേണ്ടിയുള്ള? യേശുവിന് വേണ്ടി മാത്രമുള്ളത്. യേശു ക്രിസ്തു പറഞ്ഞാൽ നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും എൻ്റെ സാക്ഷികളാണ്. സോ ദി ഓൺലി വൺ ജോബ്, വൺ പ്രൊഫഷൻ വി ഹാവ്. ഒറ്റ തൊഴിലേ ഉള്ളൂ, മറ്റുള്ളവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. അതിന് നീ സാക്ഷിയാണ്. യേശു രക്ഷകനെന്ന് വിളിച്ചു പറയുക, യേശു രണ്ടാമത് വരുമെന്ന് പറയുക. അതെ, യേശു ക്രിസ്തുവിന് പ്രാപഞ്ചിക പദ്ധതിയില്ലേ, അത് വിളിച്ചു പറയുക. അത് ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കണം, അത് മനനം ചെയ്യണം. 3 കാര്യങ്ങൾ നടക്കണം: ഒബ്സർവേഷൻ, ഇൻ്റർപ്രിറ്റേഷൻ, കോറിലേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. 4 കാര്യങ്ങളാണ് ബൈബിൾ വായിക്കുമ്പോൾ. അതാണ് എനിക്ക് യുവതി യുവാക്കളോട് പറയാനുള്ളത്. യേശു ക്രിസ്തു ഒബ്സർവ്, നിരീക്ഷിക്കണം വചനം എന്ത് പറയുന്നു, എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താണ്. ഒരു സ്ഥലത്ത് വെളിപ്പാടിലും ഉൽപ്പത്തിയിലും അങ്ങനെ കോറിലേറ്റ് ചെയ്ത് വചനം ഒരു പെർസെപ്റ്റ് അപ്പോൺ പെർസെപ്റ്റ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. പിന്നെ അത് അപ്ലൈ ചെയ്യുക, അല്ലേ? ഈ പഠിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുക. അത് ചെയ്യാത്തതിൻ്റെ തകരാറാണ് ഇന്നത്തെ. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലെ ആൾ വന്നിരുന്നു, അഭ്യസ്തവിദ്യനാണ്. തികഞ്ഞ സുശീല പ്രവർത്തകരുടെ വീട്ടിലാണ് വളരുന്നത്. പുള്ളിക്ക് ക്രിയേഷൻ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഓർത്തുമോ?
ഇത് പറ്റി. അപ്പം എനിക്കങ്ങ് അല്പം ദേഷ്യം കൂടെ വന്ന് ഞാൻ ചോദിച്ചു, നിന്റെ അപ്പൻ കുരങ്ങായിരുന്നു എന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്താടാ ഒരു കുരങ്ങനെ ഉണ്ടാക്കാത്തതെന്ന് എനിക്ക് ദേഷ്യത്തോടെ ഞാൻ ചോദിച്ചത്. ഈ ബിലീവ്സ് ഇൻ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവൻ ഏതാണ്ട് പഠിച്ചെന്നും പറഞ്ഞ് എവല്യൂഷനില്ല ക്രിയേഷൻ വിശ്വസിക്കാകത്തില്ല. ഞാൻ പിന്നെ നിന്റെ ബുദ്ധിക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് എന്താ ഈ എവല്യൂഷൻ, തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസ്പ്രൂവ്ഡ് തിയറി. അതൊരു തിയറിയാണ്, സിദ്ധാന്തമാണ്, അത് ശാസ്ത്രമല്ല. എന്നിട്ടും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഡാർവിൻ്റെ അപ്പൻ കുരങ്ങനായിരുന്നു. എൻ്റെ ചോദ്യം, ഡാർവിൻ എന്തുകൊണ്ട് ഒരു കുരങ്ങിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല? ഇതൊക്കെ ഇന്നത്തെ കുഴപ്പം. എന്തെങ്കിലുമൊക്കെ ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ തെറ്റിക്കുക. പിശാചിന്റെ പണിയാണ്. ഈസ് എ ഡിസീവർ. ഇന്നും അവനെ വഞ്ചിക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ധന്യതയും ആധികാരികതയും ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട്. ദൈവം ആരാന്നറിയാത്തതുകൊണ്ട്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം തെറ്റുന്നേ? അത് അതുപോലെ അങ്ങ് വിശ്വസിക്കുക. എനിക്കെന്തോ ബുദ്ധിയുണ്ടെന്ന്. എൻ്റെ ബുദ്ധിക്കുള്ളിൽ ക്യാൻ ഐ അണ്ടർസ്റ്റാൻഡ് an infinite God through my finite ബുദ്ധി? ഒക്കത്തില്ല. അപാരനല്ലേ, അത്യഗാധമല്ലേ, അപ്രമേയമല്ലേ. ആ കർത്താവിനെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷേ ദൈവം ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ അടുത്ത തലമുറ അത് ചെയ്യേണ്ടത് അതുപോലെ അങ്ങ് സ്വീകരിക്കുക. ഇത് റാഷണലാണ് കേട്ടോ, ബുദ്ധിയോടുകൂടി സ്വീകരിക്കാമെന്നാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന്, ക്രിസ്തുവിലേക്ക് മടങ്ങുക, കർത്താവിന് കർത്തൃത്വം. 2, ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് മടങ്ങുക. 3, ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിലേക്ക് മടങ്ങുക. 5, അവസാനം എനിക്ക് ചില ദിവസങ്ങളേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഒന്ന്, എൻ്റെ ജീവിതം അധികം നാളില്ല. പിന്നെ 6000 വർഷത്തെ മനുഷ്യ ചരിത്രത്തിൽ ഇനി അധികം നാളില്ല. 2000 വർഷം മുമ്പ് കർത്താവ് പറഞ്ഞു, ഞാൻ വരുമെന്ന്. ഞാൻ പോയ പോലെ വീണ്ടും വരും. എന്നിട്ട് കുറച്ച് അടയാളങ്ങൾ മത്തായി 24, 25, തെസ്സലോനിക്ക ലേഖനം, ഇവിടെ എല്ലാം ഏകദേശം 3-2 പ്രവചനം അറിയാമല്ലോ ദൈവത്തിൻ്റെ വചനത്തിൽ. 3-2 പ്രവചനം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് അങ്ങ് കാണാൻ കഴിയുന്നു. അപ്പം അത് മനസ്സിലാക്കി കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുകയാണ്. അതിനനുസരിച്ച് ഞാൻ പിന്നെ പറയാം. ഞാൻ എഴുതിയൊരു പുസ്തകമാണ് ടുമോറോ ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്. 400 പേജുണ്ട്. ഞാൻ മിഡിൽ ഈസ്റ്റ് ജേർണലിസ്റ്റ് ആയിരുന്നു. ആസ് എ ജേർണലിസ്റ്റ് ലുക്ക് അറ്റ് ദി കമ്മിങ് ഓഫ് ദി ലോർഡ്. ഇന്ന് ഇസ്രായേൽ നടക്കുന്ന എല്ലാം വചനത്തിലില്ലേ? എസെക്കിയേൽ 38-39 വായിച്ചു നോക്ക്. ഇറാന്റെ പേര് കാണാം, റഷ്യയുടെ പേര് കാണാം. അത് തന്നെയല്ലേ? അപ്പോൾ നമുക്ക് ഈ വചനത്തിൻ്റെ ധന്യത, അതിൻ്റെ ഒരു ചെറിയ പുസ്തകം ഞാൻ ഇറക്കിയിട്ടുണ്ട്, എ ഗ്ലോബൽ ലീഡർ കമ്മിങ് സൂൺ. ഇതാ വരുന്നു ഒരു അഖിലലോക നേതാവ്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, അപ്പോൾ സെക്കുലർ പഠനങ്ങളും ഈ ജിയോ പൊളിറ്റിക്സും കൂടെ ഞാൻ താരതമ്യം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ വചനവുമായിട്ട് കണ്ടപ്പോൾ അത് അച്ചട്ടാണ്. സോ ഇറ്റ് ഗീവ്സ് മി സോ മച്ച് ഓഫ് അഫിനിറ്റി ടു ദ വേർഡ് ഓഫ് ഗോഡ്. എൻ്റെ ദൈവമേ, ഇതെന്തുവാ ഈ വചനം? 2000-3000 വർഷം മുമ്പ് പറഞ്ഞത് എൻ്റെ കൺമുമ്പിൽ കാണുന്നു. ഒരു രാത്രി കൊണ്ട് ഒരു രാഷ്ട്രം ഉണ്ടാകുമോ? ഉണ്ടായി. 1948 മെയ് 14 ഇസ്രായേൽ ഉണ്ടായില്ലേ? ഇതുപോലെ എന്തെല്ലാം സംഭവങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന അതുപോലെ സംഭവിക്കും. അതങ്ങ് സ്വീകരിക്കാം. ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് വരാൻ പോകുന്നു. ഞാനിതിന് ഈ ജീവിതത്തിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നത്. സ്വല്പം എന്ത് റോട്ടി കപ്പട മക്കാൻ വേണ്ടിയല്ലേ ജീവിക്കുന്നത്? എത്ര വേണം? ഉന്മാനം എടുക്കാനുണ്ടെങ്കിൽ അത് മതി അല്ലേ? ഈ ദ്രവത്വമുള്ള ശരീരത്തിന് വേണ്ടി, ഈ മർത്യമായ ശരീരത്തിന് വേണ്ടി എന്തിനാണ് ജീവിക്കുന്നത്? അല്പമായത് പോരരുത്. അപ്പോൾ ഇതാണ് എൻ്റെ ധന്യത. ഇതാണ് എനിക്ക് യുവതി യുവാക്കന്മാർക്കുള്ള. ഫൈൻഡ് ഔട്ട് വാട്ട് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്. ഫൈൻഡ് ഔട്ട് യുവർ ഐഡൻറ്റിറ്റി. നീ ആരാണെന്ന് മനസ്സിലാക്കാൻ. ദൈവമകനാണ്, ദൈവമകളാണ്. ദൈവത്തിൻ്റെ വചനമാണ് എന്നെ നയിക്കേണ്ടത്, നിയന്ത്രിക്കേണ്ടത്. പിന്നെ നിരാശയുടെ ആവശ്യമില്ലല്ലോ. കർത്താവ്, ഞാൻ 2 വാക്കുകളാണ് എപ്പോഴും ഞാൻ ഓർക്കുന്നത്. എൻ്റെ കൃപ നിനക്ക് മതി, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. 75 വയസ്സായി, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട്. പക്ഷേ ഈ 2 വാക്കുകളാണ് ധന്യത. 36 വർഷമായിട്ട് ഡയബറ്റിക്കാം. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ചെയ്യാനുള്ളത് പെട്ടെന്ന് ചെയ്തോളാൻ പറഞ്ഞു. 4-5 പുസ്തകങ്ങൾ എഴുതണമെന്നുണ്ട്. കർത്താവിനോട് പറഞ്ഞിരിക്കുക. അപ്പം എത്ര സമയം പരിമിതിയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഷോർട്ട്നെസ് ഓഫ് മൈ ലൈഫ് അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. കർത്താവ് വരാൻ പോവുക. അതാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ഐ എം സോ എക്സൈറ്റഡ്. ഞാൻ 27 പുസ്തകങ്ങളോട്ടും എഴുതി. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയാനുള്ളത്, വചനം വായിക്കുക, അനുസരിക്കുക, മറ്റുള്ള പങ്കുവയ്ക്കുക, അങ്ങനെ മുന്നോട്ട് പോകുക. അവർ എപ്പോഴും യേശു വരുന്നു, യേശു വരുന്നു. പണ്ടൊക്കെ നമ്മുടെ ആൾക്കാരെന്തായിരുന്നു പറയുന്നത്? സ്തോത്രം, യേശു വരുന്നു, യേശു വരുന്നു. ഓ, ഇപ്പം എന്തുകൊണ്ട് അസുഖം? മറ്റിടത്ത് എങ്ങനെ, പിണറായി എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് ചോദ്യം.
നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഈ ലോകത്തിലെ രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ, ഈ ലോകത്തിലെ പ്രശ്നങ്ങളുടെ പിന്നാലെ പോകണ്ട, ഇന്നും വേണ്ട. യേശു കർത്താവ് വരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം, അടുത്ത സംഭവം, ദ റാപ്ചർ ഓഫ് ദ ചർച്ച്. സഭയുടെ ഉൽപ്രാവണം, എൻ്റെയും നിങ്ങളുടെയും ഉൽപ്രാവണം. നമ്മൾ എടുക്കപ്പെടാൻ പോവുകയാണ്. പെട്ടെന്ന് ഞാൻ ഇന്ന് എടുക്കപ്പെടുമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ മാതിരി കാര്യങ്ങൾ വല്ലതും വേണോ? ഈ ലോകത്തിൽ എന്തെങ്കിലും പിടിച്ചു വെക്കണോ? അതാണ് എന്നെ നയിക്കുന്നത്. ഐ എം സോ എക്സൈറ്റഡ്. അടിപൊളി ജീവിതം, വളരെ സന്തോഷമാണ്. കർത്താവ് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തകർക്കെതിരായിട്ട് 3-4 കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതിനെതിരായിട്ട് ഞാൻ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. എഴുതുവാനും വായിക്കുകയും ചെയ്യുക. അത് ഞാൻ അല്പമായിട്ട് കഴിഞ്ഞ് പറയാം. തീർച്ചയായിട്ടും അവസാനം ഓർപ്പിച്ചതുപോലെ കർത്താവ് നമ്മളെ മാതൃക കാണിച്ചു തന്നതും പഠിപ്പിച്ചതും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും നാം കർത്താവിനെ സാക്ഷീകരിക്കുക, കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കുക, മറ്റുള്ളവരെ ശിഷ്യർ ആക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇന്നത്തെ വളർന്നു വരുന്ന തലമുറ, ഒരാൾ യേശുവിനെ അറിഞ്ഞു വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വ്യക്തി കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്നതല്ല അവന് ആഗ്രഹിക്കുന്നത്. അത് വലിയൊരു കുറച്ചിലായിട്ടാണ് കാണുന്നത്. പകരം യുവാക്കളിൽ കണ്ടുവരുന്നത് ഒരു ലീഡറായി മാറുക, ഒരു നേതാവായി മാറുക. ആരും ആ വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തെ, സ്വഭാവത്തെ, നേതൃത്വത്തെ അംഗീകരിക്കുവാൻ തയ്യാറല്ലെങ്കിൽ അദ്ദേഹം സ്വയം ഒരു നേതാവായി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇന്നത്തെ യുവതലമുറ അല്ലെങ്കിൽ നമ്മുടെ ജനത മാറിക്കൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ വചനത്തിൽ നിന്നും ഒരുപാട് വ്യതിചലിച്ചു പോകുന്ന, അല്ലെങ്കിൽ ലോകത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കണ്ടുവരുന്നത് പോലെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ യുവാക്കൾ, നമ്മുടെ ജനത മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോകുന്ന തെറ്റുകളിലേക്ക് വലിച്ചഴിക്കപ്പെടുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ ഒരു വെല്ലുവിളിക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ബാബുച്ചാൻ്റെ ഭാഗത്ത് നിന്ന് പറയാൻ പറ്റുമോ? എല്ലാവർക്കും നേതാവാകണം, 4 പേർ അറിയപ്പെടണം, ടു ബി ഇൻ ദ ലൈം ലൈറ്റ്. അതൊരു മനുഷ്യ സഹജമാണ്. പക്ഷെ നമ്മുടെ കർത്താവിനെ നോക്കുക. എനിക്ക് തോന്നിയ മജീഷ്യൻ മുതുകാടാണെന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ എല്ലാ ഗുരുക്കന്മാരെയും കാല് കഴുകി അവരെ വന്ദിക്കണം എന്നുള്ളതാണ്. എന്നാൽ യേശു എന്ന ഗുരു മാത്രമേ ഉള്ളൂ ശിഷ്യന്മാരുടെ കാല് കഴിയത്. മുതുകാട് അത് മനസ്സിലാക്കി. ഞങ്ങൾ ബ്രദറുകാരും പെന്തക്കോസ്തുകാരും ഇത് മനസ്സിലാക്കുന്നില്ല. നേതൃത്വത്തിൻ്റെ പ്രശ്നമാണ്. മൂപ്പനാകണം, സുവിശേഷനാകണം, അത് കാണണം, അത് തെറ്റല്ല. പക്ഷെ അത് ശിഷ്യത്വം. കർത്താവിന് ശിഷ്യന്മാരാകും. നീ ശിഷ്യനാണോ എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എല്ലാം തിരിച്ച് എൻ്റെ പിന്നാലെ പറഞ്ഞ നിന്റെ ക്രൂശ് എടുക്കണം, എൻ്റെ ക്രൂശും എടുക്കണം. കാൽവറി ക്രൂശാണ് നമ്മുടെ മോഡൽ, നമ്മുടെ മാതൃക. ക്രൂശിക്കപ്പെട്ടവൻ ക്രിസ്തുവിനെ അല്ലാതെ ആരെയും ഞാൻ അറിയുവാൻ ആഗ്രഹിച്ചില്ല. അതാണ്. അപ്പോൾ ക്രൂശിക്കപ്പെടാൻ ക്രിസ്തു എന്താ പറഞ്ഞത്? ഇവരറിയുന്നത്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായ ഇവരോട് ക്ഷമിക്കണമേ. അതാ ഒരു മനോഭാവം. ക്ഷമിക്കാനുള്ള മനോഭാവം, മറ്റുള്ളവരെ കരുതാനുള്ള മനോഭാവം. കള്ളനോട് പറഞ്ഞ നീ ഇന്നു മുതൽ നീ പ്രതീക്ഷയില്ലേ, ആ മനോഭാവം ഉണ്ടോ? ഇന്ന് മറ്റുള്ളവരെ നമ്മൾ എഴുതിത്തുള്ളുക. എന്നെ ആരെങ്കിലും കാണിച്ചാൽ ഞാൻ കാണിച്ചു തരാവുന്നത് ഇല്ലേ? എൻ്റെ നേതൃത്വത്തെ ആരും ചോദ്യം പാടില്ല, ഞാൻ പറയുന്നതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, ഞാൻ പറയുന്നത് കേട്ടോണം. അല്ല, സൗമ്യത, താഴ്മ, വിനയം, കരുതൽ, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള ഇൻക്ലൂസീവ് നേച്ചർ, ആരെയും എഴുതിത്തള്ളാതിരിക്കുക, ഇതൊക്കെയാണ് കർത്താവിൽ നിന്ന് പഠിച്ച്. അതാൻ വേണ്ടി അങ്ങനെ ഒരു പഠനം ഉണ്ടാവണം. ബ്രദർ പറഞ്ഞല്ലോ, നേതാവായിട്ട് പോയിക്കോട്ടെ. ഇന്ന് എത്ര പേര് ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നവർ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും പ്രൊഫസേഴ്സ് ആയാൽ പോലെ. എനിക്കെതിരല്ല ഞാൻ. പണ്ടൊക്കെ ബൈബിൾ സ്കൂളിൽ രാവിലെ പഠിപ്പിക്കുന്നു, ഉച്ച കഴിഞ്ഞ് തെരുവുകളിൽ പോയി സുവിശേഷം അറിയിക്കുന്നു. എത്ര സ്കൂളിൽ ട്രാക്റ്റ് ഉണ്ട്, എത്ര സെമിനാറുകളിൽ ട്രാക്റ്റ് ഉണ്ട് ബ്രദറെ. എവിടെയാണ് തെരുവുകളിൽ പോയി പ്രസംഗിക്കുന്നത്? എവിടെയാണ് വീട് തോന്നി കയറുന്നത്? എത്ര സെമിനാറുകളിൽ, എത്ര ബൈബിൾ സ്കൂളിലെ ആൾക്കാർ വീടുകളിൽ കയറാറുണ്ടില്ല. എല്ലാവർക്കും പിന്നെയും ടീച്ചേഴ്സായാൽ മതി. ഞാൻ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സെമിനാറുകളിലും കത്തോലിക്കരുടെ ഉൾപ്പെടെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നവൻ. ഞാനിതാ ചോദിക്കുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് അതിലേക്ക് തിരികെ വരണം. അത് ശിഷ്യത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. കർത്താവ് എന്താ ചെയ്യുക? ഇന്ന് രാവിലെ ഞാൻ വേറെ പുസ്തകം വായിച്ച് നോക്കുമായിരുന്നു. കർത്താവ് വീട് തോറും പോയി, തെരുവ് തോറും പോയി, ഗ്രാമങ്ങൾ പോയി. ഇതെവിടെയാണ് ഇന്ന് നമുക്ക് ഇങ്ങോട്ട് വന്നാൽ പറയാം, കർത്താവല്ല അങ്ങോട്ട് പോകാറുണ്ട്. ഈ വെൻ വേ പീപ്പിളാ. അപ്പം നമുക്കിപ്പോൾ ചെറിയൊരു എല്ലാവരും ഇപ്പോൾ നാട്ടിലെല്ലാം ഇപ്പോൾ AC വെച്ചുകൊണ്ടിരിക്കുക, സഭാവുകളെല്ലാം. കാരണം പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. AC വെച്ച് അതിൻ്റെ അകത്ത് സുഖമായിട്ട് പ്രാർത്ഥിച്ചു കഴിയാൻ അത് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കഴിയുക.
എങ്ങനെ ജനങ്ങളിലേക്ക് പോവുക? പോകുന്ന ഇത്ര കളിയാണ്. നോർത്ത് ഇന്ത്യയിൽ ഇന്ന് 800 നമ്മുടെ വിശ്വാസികളാ ജയിലിൽ കിടക്കുന്നത്, നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശിഷ്യത്വം എന്ന് പറയുന്നത് ചെലവുള്ള കാര്യമാണ്. മറ്റുള്ളവരെ അംഗീകരിക്കേണ്ട ആവശ്യമാണ്. എൻ്റെ തന്നെ ഒത്തിരി കാര്യങ്ങൾ വേണ്ട എന്ന് വയ്ക്കണം. എനിക്ക് പേരും പെരുമയും പണവും വേണ്ട. യേശു കർത്താവിനെ പോലെ ഒന്നുമില്ലായ്മയിൽ ജീവിച്ചാൽ എങ്കിലേ ഒക്കത്തുള്ളൂ ബ്രദറെ, എങ്കിലേ സഭകളും വിശ്വാസികളും നന്നാകത്തുള്ളൂ. നമ്മുടെ ഫോക്കസ് ഉണ്ടാവണം. കുരിശ് മാത്രമായിരിക്കണം എൻ്റെ ഫോക്കസ്. മറ്റുള്ളവരുടെ രക്ഷയായിരിക്കണം എൻ്റെ ഫോക്കസ്. കർത്താവിൻ്റെ വരവായിരിക്കണം. ഞാൻ കണക്ക് കൊടുക്കുന്നുണ്ട്. എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? ഞാനില്ല ഇവിടെ നേതാവായിട്ട് കളിച്ചാലേ മരം പുല്ല് വൈക്കോലിൻ്റെ പണിയാണോ ചെയ്യുന്നത്? സ്വർണം രത്നം അതുകൊണ്ടാണോ പണി നോക്കും? നേതൃത്വം കളിക്കാൻ കൊള്ളാം. മനുഷ്യരുടെ മുൻപാകെ എല്ലാവരും എന്താ പറയുന്നത്, അങ്ങാടിയിൽ വന്ദനവും ഇല്ലയോ? അതെ അതുണ്ടാവും. അതാണ് നമുക്ക് വേണ്ടിയത്. അല്ല, സ്ഥാനം, മേശമേലുള്ള സ്ഥാനം അങ്ങാടിയിലെ വന്ദനമാണ്. അപ്പോൾ നമ്രത എന്ന് പറയുന്നത്, വിനയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്വഭാവം. അത് പറയും. അതിലേക്ക് നമുക്ക് മടങ്ങി വരാം. അത് ഈ ഫോക്കസ് ഇല്ലാത്തതുകൊണ്ടാണ് പറയാം. ഞാൻ ആരാണെന്നുള്ള ബോധ്യമില്ല, എന്തിനാണ് എന്നെ വിളിച്ചതെന്നറിയില്ല, ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. അതിലേക്കൊക്കെ മടങ്ങി വരാം. ഒരു വലിയ ആത്മീയ വിപ്ലവം നമ്മുടെ രാജ്യത്തുണ്ടാകും. ഒരു മനുഷ്യന്റെ മുൻപും പിമ്പും അറിയാവുന്ന, അവന്റെ ജനനവും മരണവും അവന്റെ ജീവിതം മുഴുവനും നന്നായി അറിയാവുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മുന്നമേ തന്നെ ആ കാര്യം ഓർപ്പിച്ചു. അതെന്താണ് ആ വ്യക്തിയെക്കുറിച്ച് എന്നുള്ളതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഭവിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവ് തന്നെ പഠിപ്പിക്കുവാനിടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന്, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് അന്യം നിന്ന് പോകുന്ന ഈ ഒരു ചിന്ത എങ്ങനെ ഇത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന് ഒന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ബൈബിൾ ലീഡേഴ്സ് ഇന്നത്തെ നേതൃത്വത്തിൻ്റെ മുൻനിരയിലേക്ക് വരാൻ വെമ്പൽ കൊള്ളുന്ന യുവതലമുറയോട് എന്ത് ഉപദേശമാണ് ഈ സമയത്ത് ബാബുജാന് പറയാനുള്ളതെന്ന് പറയാമോ? ഞാൻ ഇന്നലെ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞു. ഇന്ത്യയിലെ വലിയൊരു ഏറ്റവും കൂടുതൽ ബൈബിൾ വിതരണം ചെയ്യുന്ന ഒരു രാജേന്ദ്രൻ്റെ കഥയാണ്. മരിച്ചുപോയി, കഴിഞ്ഞ വർഷം മരിച്ചു. അടുത്ത ആഴ്ച റിലീസ് ചെയ്യണം. അദ്ദേഹം ഒരു പൊട്ടറ്റോ ട്രേഡറായിരുന്നു, പൊട്ടറ്റോ ഒനിയൻ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉരുളക്കിഴങ്ങ് ഉള്ളി കച്ചവടക്കാരനായിരുന്നു. പക്ഷെ കർത്താവ് ഒന്ന് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു ദർശനം നൽകി. തനിക്കൊരു ഓട്ടോ, ഒത്തിരി ലോറിയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയിരിക്കും ഒരു ദർശനം കാണുക. തനിക്ക് 2 ഓട്ടോ സ്പെയർ പാർട്സ് ഷോപ്പ് ഉണ്ടായിരുന്നു. ഓട്ടോ സ്പെയർ പാർട്സ് എല്ലാം തെരുവിലേക്ക് പോയി ഇറങ്ങുന്നു. അവിടെ എന്തോ പുസ്തകം കൊണ്ട് നിറയുന്നു. ഭയങ്കര ബിസിനസ്സുകാരനാണ്. അപ്പം എന്തോന്ന് പുള്ളി CSI ബാക്ക്ഗ്രൗണ്ടാണ്, ഒറ്റ ബൈബിളേ ഉള്ളൂ. ഇതെന്തോ ആരാണ്ടോ ചോദിച്ചിട്ട് പറഞ്ഞു, നീ ബൈബിൾ വിൽക്കണമെന്ന് പറഞ്ഞു. ഓട്ടോ സ്പെയർ പാർട്സ് ചെറിയൊരു കട, തൻ്റെ ആ ഓട്ടോ സ്പെയർ പാർട്സ് കട മാറ്റി ഒരു 10-50 ബൈബിളേ ഉള്ളൂ. പെരിയകുളത്ത്, തേനിയിലെ, തമിഴ്നാട്ടിൽ തുടങ്ങിയതാണ്. ഇന്ന് 18 ബുക്ക് ഷോപ്പ്. സ്വന്തമായിട്ട് ബൈബിൾ അടിച്ചിറക്കി ലക്ഷക്കണക്കിന് കോപ്പി കഴിഞ്ഞ 38 വർഷമായിട്ട്. ബൈബിൾ കുറിച്ച് പിള്ളേരുടെ പക്ഷേ പ്രത്യേകത, 8 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. രാവിലെ എഴുന്നേറ്റ് 3 മണിക്കൂർ പ്രാർത്ഥന. കണ്ണുനീര് ചാലിച്ച് ചോദിക്കും. മക്കളെയും മരുമക്കളെയും ഒക്കെ ആ രീതിയിൽ വളർത്തും. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അദ്ദേഹത്തെ പറ്റി ഞാൻ എഴുതിയത് മാൻ ഓഫ് പ്രെയർ, ബൈബിൾ മാൻ ഓഫ് ടീയേഴ്സ്. ഐ സെഡ് കണ്ണുനീരിൽ വിതച്ചാൽ ആർപ്പോടുകയും. നമ്മുടെ ഇടയിൽ പറ്റിയത് ബ്രദറെ, നമ്മുടെ സഭകളിൽ പ്രാർത്ഥന, ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ ഉണ്ട്. അതും ഒരു റിച്വലായിട്ട് മാറുക. അതിലെത്ര യുവതിവാക്കം. ഞാനൊരു കാര്യം പറയട്ടെ, 60 വയസ്സിന് മുകളിലുള്ളവരല്ലയോ ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയറിന് വരുന്നത്? ഏത് മീറ്റിങ്ങിനാണ് വരുന്നത്? അറ്റ്ലീസ്റ്റ് യങ് പീപ്പിളിലെ പ്രൈസ് ആൻഡ് വർഷിപ്പ് അതിനുവേണ്ടി വരും. നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ, ഞാൻ ആരെയും കുറ്റം പറയല്ലോ കേട്ടോ, ഒരു പെർഫോമൻസ് ആയിട്ട് മാറുക. മാർക്കിടുന്ന പെർഫോമൻസ് അല്ല മാറണം. ഐ ഷുഡ് വാക്ക്. എന്നെ എപ്പോഴും സാങ്ക്ടിഫിക്കേഷൻ ഇറ്റ്സ് എ ഡെയിലി പ്രോസസ്. ശുദ്ധീകരണം എന്ന് പറയുന്ന അനുനിമിഷ പ്രക്രിയ. എൻ്റെ പാപം ഏറ്റു പറഞ്ഞു കഴിഞ്ഞ് കർത്താവിനെ സ്വീകരിച്ച് മൈ കമ്മീഷൻസ് ആൻഡ് ഒമിഷൻസ്, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഒത്തിരി കാലം ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നു, അത് മനസ്സിലാക്കി വ്യത്യാസം വരുത്തി മുന്നോട്ട് നീങ്ങിയല്ലോ. അപ്പോൾ
പ്രാർത്ഥിക്കാൻ നാം തയ്യാറാണ്. ഇന്നത്തെ തലമുറ കണ്ണുനീരിലിരിക്കാതെ ഒക്കത്തില്ല. രണ്ട്, അപ്പനും അമ്മ പണ്ടൊക്കെ അപ്പനും അമ്മമാരെന്താ ചെയ്യുന്നത്? മോനെ, എനിക്ക് ഇത്ര മക്കളുണ്ട്, എൻ്റെ പ്രാർത്ഥന മക്കളെ, കൊച്ചുമക്കളെ, ഇപ്പോൾ കൊച്ചുമക്കൾ ആരായ വല്യപ്പന്മാരുടെ അടുത്ത് പോയിരുന്നത്? മക്കളെയൊക്കെ മടിയിലിരുത്തി, മോനെ നീ മിഷണറി ആകണം, നീ കർത്താവിൻ്റെ വേലയ്ക്ക് വേണം. ഈയിടെ ഒരു സഹോദരൻ്റെ, ഞാൻ പേര് പറയുന്നില്ല, ബോംബെയിലെ അദ്ദേഹം, ഒരു സഹോദരൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞു 3 മക്കളായിരുന്നു, സാധാരണ ഒരു കർഷക കുടുംബമായിരുന്നു. ആ അമ്മ മടിയിൽ വെച്ചിട്ട് അപ്പനും എന്നും പറയുന്നത്, മക്കളെ നിങ്ങൾ ഒരു ജോലിയും ചെയ്യണ്ട, 3 മക്കളും കർത്താവിൻ്റെ വേല. ഇന്ന് 3 മക്കളെയും ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ആയിരക്കണക്കിന് ആരുടെ സൂചന പറയുക. എന്ത് ഇന്നത്തെ അപ്പനും അമ്മയും ഞാൻ പോകുന്നതിന് ലോകം മൊത്തം പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇന്ന് കാനഡയും അമേരിക്കയും ഓസ്ട്രേലിയയും ആണല്ലോ. പോകുന്നതുകൊണ്ട് തെറ്റില്ല, അവിടെയും പോയി ദൈവത്തിൻ്റെ സാക്ഷ്യം നിർത്തിയാൽ മതി. കർത്താവിൻ്റെ വേല, നീ അവിടെ ചെന്ന് കർത്താവിൻ്റെ വേല ചെയ്യണം. എന്തിനാണ് ഞാൻ പോകുന്നത്? ഞാൻ പോകുന്ന തൊഴിൽ മേഖല എന്ന് പറയുന്നത് അവിടെ കർത്താവിൻ്റെ സാക്ഷ്യം നിലനിർത്താൻ. സോ ഒന്ന് ഫോക്കസ് ബ്രദറെ, കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കി, കർത്താവിൻ്റെ ആരാണ് ഞാൻ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. അപ്പോൾ കരഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ. 2, അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കർത്താവ് വരും മോനെ, കർത്താവ് ഒരുങ്ങിയിരിക്കും. ഉണ്ടോ? നമ്മൾ ഒരുക്കം എങ്ങനെയുണ്ട്? കർത്താവ് വരുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നത്? ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ഭൗതികമായിട്ട്, ആത്മീയമായിട്ട് ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നത്? എല്ലാം തേച്ച് കർത്താവിന് വേണ്ടി ചെയ്യും. അങ്ങനെ ഒരു കർത്താവിൻ്റെ വരവിനെ, ഇപ്പോൾ ഞാൻ ബ്രദറിൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ബ്രദർ എവിടെയെങ്കിലും പോകും, എന്തെങ്കിലും കാര്യം നോക്കും. ബ്രദർ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി, എനിക്ക് ആഹാരത്തിൻ്റെ സമയമാണ്, അതെല്ലാം റെഡിയാക്കി ഇല്ലേ, എന്നെ സ്വീകരിക്കാൻ ബ്രദർ എപ്പോഴും തയ്യാറായിട്ടിരിക്കും. ഞാൻ വിളിച്ച് പറയും, ബ്രദർ ഞാൻ വരുന്നുണ്ട്, എന്നെ ബസ് സ്റ്റാൻഡിൽ വന്ന് കൊണ്ടുപോരുന്നു, എനിക്ക് ആഹാരം തരുന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, ഒരുങ്ങിയിരിക്കുന്നു. എൻ്റെ കർത്താവ് വരുന്നുണ്ടെങ്കിൽ, ഇന്ന് 2000 വർഷം കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും ആസന്നമാണെന്നുള്ള ബോധ്യമാണെന്നുണ്ടെങ്കിൽ, ഹൗ ആം ഐ പ്രിപ്പയറിങ് മൈസെൽഫ്? ശുദ്ധീകരണമുണ്ടോ? ഐക്യതയുണ്ടോ? ഇന്ന് സഭയത്തിൻ്റെ നാം കൂടുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ലല്ലോ. ഹാർമണി ഉണ്ടോ? ഹോളിനെസ് ഉണ്ടോ? ഹോപ്പ് ഉണ്ടോ? ഹെൽപ്ഫുൾനെസ് ഉണ്ടോ? ഇത്രയേ ഉള്ളൂ ബ്രദർ, എനിക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ കരഞ്ഞേലോ, ഇനിയും വേറൊന്നുമുണ്ട്, ഒന്നും പ്രസംഗിക്കണ്ടെന്നേ, കരയുക. നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുക. കരയേണ്ടത് ആവശ്യം. കണ്ണുനീർ കർത്താവ് കൊണ്ടാണ് നിങ്ങൾ ഓർത്ത് കരയാൻ പറഞ്ഞു. നമ്മുടെ ഇടയിൽ പറ്റിയത് ഇപ്പോൾ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് ബ്രദറെ. ആക്ടിവിറ്റീസ് ഈസ് നോട്ട് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി ഈസ് ബിക്കമിങ് ലൈക്ക് ക്രൈസ്റ്റ്. യേശു കർത്താവിനെ പോലെ അവൻ്റെ സ്വഭാവം എന്നിൽ ഉരുത്തിരിയാണ്. ക്ഷമിക്കണേ, ഞാനിപ്പോൾ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. ഈ ബാബോറീസ് അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുതേ. ഞാൻ ഒത്തിരി കുറവുള്ളവനാണ്, ഒത്തിരി ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നവനാണ്, ക്ഷമിക്കണം. ഞാനൊരു പ്രിൻസിപ്പിളാണ് പറഞ്ഞത്. ഇന്നത്തെ നമ്മുടെ സഭകൾക്ക് വ്യക്തികൾ പറ്റിയത് വി ഡോണ്ട് വാക്ക് വിത്ത് ദ ലോർഡ്, വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇതെന്തൊരു എക്സാമിന് കർത്താവിനോട് കൂടെ നടക്കുക, അവൻ്റെ സാക്ഷികൾ അതാന്ന് ധൈര്യമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ ഞാൻ എന്തോ പണിയെന്ന് ചോദിച്ചാൽ ഞാൻ ജേർണലിസ്റ്റ് ആണെന്നൊക്കെ പറയുന്നത്. കർത്താവ് ഒരിക്കൽ പിന്നെ നീ എന്താ ശരിയായിട്ട് വേണം. ഇപ്പോൾ ഞാൻ പറയുന്നതെല്ലാം ഐ റൈറ്റ് ആൻഡ് ടോക്ക് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്, ഗുഡ്, ഫുൾ സ്റ്റോപ്പ്. ചിലർ പ്രതികരിക്കും, ചിലർക്ക് എന്തോ സന്തോഷമാണെന്നറിയോ. ധൈര്യമായിട്ട് പറയണം, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു പറയണ്ട, യേശു നിന്നെ സ്നേഹിക്കും, അങ്ങനെ പറഞ്ഞൂടെ. യു ഗോസിപ്പ് ദ ഗോസ്പൽ. എപ്പോഴും നമ്മൾ സുവിശേഷം പറഞ്ഞ് സ്തോത്രം 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 എന്ന് പറയും. കർത്താവെ വരുന്നു എന്ന് ചിന്തിക്കുക. ഇങ്ങനെ അപ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാകും. ഈ ദ ഷോർട്ട്നെസ് ഓഫ് ലൈഫ്, ഈ ലോകത്തിൻ്റെ താൽക്കാലികം മനസ്സിലാക്കും. എങ്കിലേ ലോകത്തിൽ കണ്ണ് ഒന്ന് കരയുക, കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ പറ്റി ബോധ്യമാകുക, അതനുസരിച്ച് കാര്യങ്ങളെ വ്യത്യാസപ്പെടുത്തുക. എങ്കിൽ നമുക്ക് വലിയ ഇതുണ്ടാകും. ഇപ്പോൾ പറഞ്ഞതുപോലെ ഷോർട്ട്നെസ് ഓഫ് ലൈഫ്, അത് എല്ലാ ദൈവമക്കളും മനസ്സിലാക്കി, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ജീവിക്കേണ്ട ഒരു വിളിയും ഒരു കാഴ്ചപ്പാടുമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അവരുടെ കാഴ്ചപ്പാട് അതിനോട് ഒരു പുലബന്ധം പോലും പുലർത്തുന്നില്ല എന്നാണ് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഞാൻ ഓർത്തു പോവുകയായിരുന്നു, ഇന്നത്തെ തലമുറയ്ക്ക് ആത്മീയ പശ്ചാത്തലം അല്ലെങ്കിൽ അതിനൊരു ബേസ് എന്ന് പറയുന്നത് അവർക്ക് പാട്ട് പാടുക, വർഷിപ്പ് ലീഡറാകുക, അല്ലെങ്കിൽ പൊതുവേദികൾ പങ്കിടുക, ആ ഒരു നിലയിലേക്കുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ
ആ ചർച്ചുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാനെ കൊണ്ട് തയ്യാറാകുള്ളൂ. അതൊരു പ്രോഗ്രാമായിട്ട് അവരവർ പ്രസൻറ്റ് ചെയ്യുന്നു. ആ പ്രസൻറ്റേഷൻ കഴിയുന്നു. അവർ വീണ്ടും അവരായിരിക്കുന്ന അവരുടെ ചുറ്റുപാടുകളിലേക്ക്, ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ അവർക്ക് അവസരം കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കാരണം ഇന്ന് പൊതുസമൂഹത്തിലെ ലോകപ്രകാരമുള്ള യൗവനക്കാർക്ക് ഒരുപാട് വേദികളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലീഡേഴ്സ്, നമ്മുടെ പേരൻസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സഭാഗോളുകളും ആത്മീയ ശുശ്രൂഷയുടെ വേദികളും ഒക്കെ അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ക്രൂശ് എടുത്ത് കർത്താവിനെ പിൻപറ്റുവാൻ പഠിപ്പിക്കേണ്ടുന്ന ആ വേദികളും കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കണമെന്ന് ജനത്തെ ബോധ്യമാക്കേണ്ടുന്ന പ്രസംഗപീഠങ്ങളും മറ്റു പലതിനുമായി ഇന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു തലമുറ, വല്ലാത്ത ഒരു കാലം ഇന്ന് നമ്മുടെ കണ്ണിന് മുൻപിൽ മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് കർത്താവിൻ്റെ വരവിങ്കൽ സംഭവിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതൊക്കെ സംഭവിക്കും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ വിറ്റും വിവാഹം കഴിച്ചും കൊടുത്തും ഒക്കെ സുഖിച്ച് ജീവിക്കുന്ന ആ ഒരു തലത്തിലേക്ക് ഇന്ന് ലോകം, സഭ, സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ഒരു മുന്നോടി എന്ന നിലയിൽ ആ ഒരു തലമുറയ്ക്ക് മുൻപന്തിയിൽ ഒരു ചുവട് മുന്നോട്ട് യാത്ര ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ആത്മീയ കാഴ്ചപ്പാടുകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഡെയിലി ആക്ടിവിറ്റീസിൽ ഓരോ ദിവസവും ആത്മീയ വിഷയങ്ങൾ ഏതൊക്കെ നിലയിലാണ് പ്രിയ ബാബുച്ചായന് കൈകാര്യം ചെയ്യുന്നതെന്ന് ജനത്തിൻ്റെ അറിവിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് പ്രചോദനം പകരുന്ന ചില വാക്കുകൾ പറയാമോ? ഞാൻ ഈ നാളുകളിൽ 3 കാര്യങ്ങളിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യ. ഭാരതത്തെ നവഭാരതം സൃഷ്ടിച്ചത് ബൈബിളും ബൈബിൾ പ്രവർത്തകരുമാണെന്ന് ആധികാരികമായി ഞാൻ തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാം ഈ പുസ്തകം ലെറ്റ് ദെയർ ബി ഇന്ത്യ. ആ പുസ്തകമാണ് 125 ഭാഷകളിൽ ലിംഗ്വിസ്റ്റിക്സിൽ കൃഷ്ണന്മാരിവിടെ ഇതിനെ വികസിപ്പിച്ചു. നമുക്ക് ലിപി തന്നു, ഗ്രാമർ തന്നു, ഡിക്ഷണറി തന്നു, സാഹിത്യം തന്നു, പ്രിന്റിംഗ് പ്രസ് തന്നു, പത്രം തന്നു. അങ്ങനെ ആധുനിക ഭാരതം സൃഷ്ടിച്ചത് ബൈബിൾ പ്രവർത്തകരാണ്. നീ പറഞ്ഞതുപോലെ എന്തെങ്കിലും ബൈബിൾ കേട്ടിട്ട് വീട്ടിലിരുന്നവരല്ല. വലിയ ധനികരായിരുന്നവർ ഇന്ത്യയിലേക്ക് വന്ന് സകലവും ത്യജിച്ച് കർത്താവിന് വേണ്ടി ക്രൂശും എടുത്ത് എല്ലാം സഹിച്ചു. അതാണ് ആധുനിക ഭാരതം, ബൈബിളിൻ്റെ സൃഷ്ടി. കഴിഞ്ഞ 25 വർഷമായിട്ട് ഇതാ എൻ്റെ പണി. ഇന്ത്യ മൊത്തമല്ല, 35 രാജ്യങ്ങളിൽ പോയി ഞാൻ അനിഷേധ്യമായ ചരിത്ര തെളിവുകൾ ശേഖരിച്ച് തെളിയിച്ചിരിക്കുക. ബൈബിൾ പ്രവർത്തകരാണ് ബൈബിളിനെ, ഭാരതത്തെ ഭാരതമാക്കിയത്, ലോകത്തെ ലോകമാക്കിയത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആവേശം കൊള്ളുന്നത്. അപ്പോൾ ഇന്ന് ബൈബിൾ പ്രവർത്തകർ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിച്ചത്? ഇനി ഞാൻ കഴിഞ്ഞ ആഴ്ച അമിത്ഷാജി പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അമിത്ഷാജി പറഞ്ഞത് ഇംഗ്ലീഷ് നിങ്ങൾ പറയുന്നതിൽ ലജ്ജിക്കാൻ പോണാണ്. പ്രാദേശിക ഭാഷകൾ, നമ്മുടെ മാതൃഭാഷകൾ നാം വികസിപ്പിക്കണം. വളരെ സന്തോഷം. ബ്രാഹ്മണസത്തിൻ്റെ തല തകർക്കുകയായിരുന്നു ഒരൊറ്റ വാക്യം. ബ്രാഹ്മണന്മാർ പറഞ്ഞത്, ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രാഹ്മണസന്മാർ പറഞ്ഞത് എന്താ? ഈ പ്രാദേശിക ഭാഷകൾ മ്ലേച്ഛ ഭാഷയാണെന്നാണ്, അബോമിനേഷനാണ്, അതൊന്നിനും കൊള്ളാത്ത ഭാഷയാണ്. സംസ്കൃതമുള്ള ഭാഷ, അത് ദേവഭാഷയാണ്, അത് ഞങ്ങൾക്ക് മാത്രമേ ഒക്കത്തുള്ളൂ, ഞങ്ങളുടെ സ്ത്രീകൾക്ക് പോലും ഒക്കത്തില്ലെന്ന് പറഞ്ഞ് അടിച്ചമർത്തി ഭാഷയുടെ പേരിൽ 4 ജാതികളായിട്ട് തിരിച്ച് ശൂദ്രനെയും ക്ഷത്രിനെയും വൈശ്യനെയും ശൂദ്രനെയും അടിച്ചമർത്തിയ ഒരു അന്തരീക്ഷമായിരുന്നു. അതിനെ മാറ്റി നിർത്തിയത് ബൈബിൾ പ്രവർത്തകർ വന്ന് പറഞ്ഞു, ഭാഷയ്ക്ക് ലിപി കൊടുത്തു, പത്രം നൽകി, പുസ്തകം നൽകി, സ്കൂൾ തുടങ്ങി, കോളേജ് തുടങ്ങി, വാ എല്ലാവരും പഠിക്കാൻ പറഞ്ഞു. ശൂദ്രനും ക്ഷത്രിയനും വൈശ്യനും എല്ലാം കൂടെ ഒന്നിച്ചിരിക്കാൻ പറഞ്ഞു. സന്തുലിത അവസ്ഥ, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം വിളമ്പി അടിമത്തത്തിൻ്റെ ചങ്ങലം ഒഴിച്ചു. മനസ്സിനെ ഈ അന്ധകാരമാക്കി അന്ധവിശ്വാസങ്ങളിൽ കൂച്ചുവലങ്ങളിട്ട് മതപരമായ അന്ധവിശ്വാസങ്ങളെ തളച്ചിട്ടിരുന്നതിനെല്ലാം നമ്മളങ്ങോട്ട് പത്രവും പുസ്തകങ്ങളും കൊടുത്ത് അങ്ങോട്ട് വികസിപ്പിച്ചു. വി ഓപ്പൺ ദ മൈൻഡ് ഓഫ് ഇന്ത്യൻസ്. വി ഡിഡ്ന്റ് കോളനൈസ് ദ മൈൻഡ്, വി ഓപ്പൺ ദ മൈൻഡ്. മനസ്സിനെ നാം തുറപ്പിച്ചു, ഒരു ആഗോള മനസ്സ് കൊടുത്തു, ഇംഗ്ലീഷ് അങ്ങോട്ട് കൊടുത്തു. എന്താ പറ്റിയെന്നറിയാവോ? ഇംഗ്ലീഷിനോടുള്ള വിരോധമല്ല, നമ്മൾ ഈ ആദിവാസികളെയൊക്കെ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി.
അവൻ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പം വെറും അല്ലെങ്കിൽ ഹിന്ദി എന്ന് പറയുന്ന അല്ലെങ്കിൽ വേറെ ഒരു ഭാഷ മാത്രം പഠിപ്പിച്ചാൽ അവനെ അവിടെ തളച്ചിടാൻ കഴിയും. അവിടെയായിരുന്നല്ലോ ഒരു ബ്രാഹ്മണൻ വായിക്കുന്നത് ശൂദ്രനൊക്കത്തില്ല, ബ്രാഹ്മണൻ ഇടുന്ന വസ്ത്രം ശൂദ്രനൊക്കത്തില്ല, അവൻ്റെ ആഹാരം ഒക്കത്തില്ല, അവൻ പറയുന്ന വാക്കൊക്കത്തില്ല. അങ്ങനെ അടിമത്ത്, ജാതി, ഉച്ചനീചത്വം, അടിമത്തത്തിൽ കിടന്ന ഭാരതത്തെ ബൈബിളും ബൈബിൾ പ്രവർത്തകരും വികസിപ്പിച്ചു. ലിബർട്ടി, സ്വാതന്ത്ര്യം നൽകി, ചിന്തിക്കാനുള്ള അവസാനം അവർ കൊടുത്തു. നമ്മുടെ സമൂഹം ഒരു നിശ്ചല സമൂഹമായിരുന്നു, സ്റ്റാറ്റിക് സൊസൈറ്റി ആയിരുന്നു. ശൂദ്രനോട് പറഞ്ഞ് അവിടെ പോകരുത്, ആ ജോലി ചെയ്യരുത്, അരുത് പാടില്ല എന്നായിരുന്നു. വിശ്വാസികൾ വന്നു, മിഷന്മാർ വന്ന് പറഞ്ഞു, ഇല്ല, നീ വായിക്കേ, നീ പ്രവർത്തിക്കേ, നീ വസ്ത്രമിട, മേൽവസ്ത്രം ഒക്കത്തില്ലായിരുന്നു. അങ്ങോട്ട് പറഞ്ഞ് അവന്റെ ചങ്ങല പൊട്ടിച്ചു. അതാണ് നമ്മൾ ചെയ്തത്. ഞാൻ അമിത്ഷായോട് പറയുന്നതാണ്. ഇപ്പൊ 180 ഭാഷകളെ നമ്മൾ ബൈബിൾ പ്രവർത്തകരാണ് വികസിപ്പിച്ചുകൊണ്ടിരുന്നത്. കുറെ കോടികൾ താന്നേ. അങ്ങ് പറഞ്ഞില്ലയോ മാതൃഭാഷ വികസിപ്പിക്കണമെന്ന്? മാതൃഭാഷ വികസിപ്പിക്കുന്ന ഏക കൂട്ടർ ബൈബിൾ പ്രവർത്തകരാണ്. ബൈബിൾ നമ്മുടെ വിശ്വാസികൾ കാടുകളിൽ താമസിക്കുക. MA PhD ലിംഗ്വിസ്റ്റിക് അസാധാരണക്കാരല്ല. 25-30 വർഷം പോയി മലയാളത്തിൽ ബെഞ്ചമിൻ ബെയ്ലിയും ഗുണ്ടർട്ടും 100 കണക്കിന് മിഷന്മാർ വന്നതുപോലെ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുക. അപ്പോൾ അവർക്ക് വേണ്ടി ഉള്ള ഒത്താശ ചെയ്യണമെന്നാണ് അമിത്ഷായിട്ട് പറയുന്നത്. എന്ത് നല്ല കാര്യമാണ്. അപ്പം മാതൃഭാഷ വികസിപ്പിച്ചു. ഞാൻ അതാ വിഷയം. അപ്പം ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻ ഇന്ത്യയാണ് എൻ്റെ വിഷയം. അത് ഞാൻ നിങ്ങളുടെ ഒത്തിരി എൻ്റെ യൂട്യൂബിലൊക്കെ കാണാം. ഞാൻ അതാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. 2, ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് പീഡനമാണ്. വലിയ പീഡനമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന 2023 ഇത് സംഭവിച്ചത്. ഇംഫാൽ സിറ്റി, മണിപ്പൂരിലെ തലസ്ഥാനം ഇംഫാൽ സിറ്റിയിൽ ഒരു പള്ളിയിൽ 12 മണിയായപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററോട് പറഞ്ഞു, നിന്നെ കൊല ചെയ്യപ്പെട്ട് ഓടിക്കോളാൻ പറഞ്ഞു. അദ്ദേഹം പോയി, തൻ്റെ ഭാര്യയും 2 മക്കളുമായിട്ട് ഓടി കാട്ടിലേക്ക് പോയി. 2 മണിയായപ്പോൾ ട്രക്ക് കൊണ്ടുവന്നിട്ട് ആ സഭാഗോളിലുണ്ടായിരുന്ന എല്ലാം എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ട്രക്കിൽ വന്നിട്ട് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്നിട്ട് അത് കത്തിച്ചു. ആ കത്തിച്ചാമ്പലിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന ലോകം മൊത്തം ഇതാണ് ഞാനിപ്പോൾ കൊണ്ടു നടക്കുന്നത്. കത്തിച്ച ബൈബിളാണ്. മെയ് 23 36 മണിക്കൂറിൽ 249 നമ്മുടെ സഭാഗോളുകളാണ് ഇംഫാൽ സിറ്റിയിൽ കത്തിച്ചത്. 800ഓളം വിശ്വാസികളെ കൊന്നു. ആരെങ്കിലും കഥ പറയുന്നുണ്ടോ? ഇന്നും 60,000-ത്തിലധികം വിശ്വാസികൾ അഭയാർത്ഥി ക്യാമ്പിലേക്ക് കിടക്കുകയാണ്. 2 വർഷമായി, ആർക്കും സമയമില്ല. അപ്പോൾ ഇതാ എൻ്റെ വിഷയം. അപ്പം 1 ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻ, 2 ക്രിസ്ത്യൻ പെർസിക്യൂഷൻ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? 800 വിശ്വാസികളെ ചെയ്തിരിക്കുക. എന്തുകൊണ്ട് വിശ്വാസികളെ, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു, കൊല്ലുന്നു? ഇപ്പം ഞാൻ കൊണ്ടു കിടക്കുന്ന പുസ്തകം ഇതാ, വേർന്നൂടാ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായത്, നമ്മുടെ ഭരണഘടനയാണ്. ഈ ഭരണഘടന നമുക്ക് ഇറ്റ് ഗീവ്സ് us right to profess, to practice and propagate the faith you have. ഏത് നീ വിശ്വസിക്കുന്നോ അത് വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനും പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള അവകാശം നിനക്കുണ്ട്. അങ്ങനെയിരിക്കെ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും സമഭാവനയും സ്വാഭിമാനവും നിനക്ക് ഈ ഭരണഘടന തരുന്നുണ്ടെങ്കിൽ നമ്മളെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? ഇന്ന് 12 സംസ്ഥാനങ്ങളിൽ ആന്റി കൺവേർഷൻ ബില്ലാണ്. അത് ഇൻഹ്യൂമനാണ്. അടിസ്ഥാനമായ മനുഷ്യ സ്വാതന്ത്ര്യത്തെ ധ്വംസിച്ചിരിക്കുക. മഹാരാഷ്ട്ര സംസ്ഥാനം ഈ ആഴ്ച അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിക്രൂരമായ ഒരു ആന്റി കൺവേർഷൻ ബില്ല് ഇവിടെ വരാൻ പോവുകയാണ്. ഒരു വീട്ടിലും കൂടാൻ അനുവദിക്കത്തില്ല. അപ്പോൾ അതാ എൻ്റെ ഈ വിഷയം. എന്തിന് പീഡനം? നമ്മുടെ നല്ല ഭാരതം എന്താ ചെയ്യുന്നത്? ദൈവത്തെ അന്വേഷിക്കുമല്ലേ? സതോമ സദ്ഗമയ തമസ്സോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. എന്നെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, എന്നെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് നയിക്കണമെന്ന് പറയുന്നു. അതല്ലേ ഭാരതീയൻ്റെ പ്രാർത്ഥന. അതിനും മറുപടിയല്ലേ നമ്മൾ നൽകുന്നത്? നമുക്കെന്നാ ഇവിടെ ഭരിക്കണോ? നമുക്കിവിടെ നമുക്ക് രാഷ്ട്രീയ അജണ്ട ഇല്ലല്ലോ. എന്തൊക്കെയോ പറഞ്ഞ് നമ്മുടെ സഭാകോടുകൾ ആദിവാസികളെ കൊല്ലുകയാണ്, സഭാകോടുകൾ അടച്ചുപൂട്ടുകയാണ്. ഛത്തീസ്ഗഡിലും UP-യിലും മറ്റു ഗ്രാമങ്ങളിലും ഗവൺമെൻറ് നൽകിയ കിണറ്റിൽ നിന്ന് വിശ്വാസികൾക്ക് വെള്ളം കോരാൻ അനുവദിക്കത്തില്ല. അവരുടെ മക്കളെ, അവരുടെ ആളുകൾ മരിച്ചാൽ അവരെ അടക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു കിരാത അന്തരീക്ഷമാണ്. വി ഇന്ത്യൻസ് ഹാവ് ബിക്കം ബാർബറസ്. എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതാണ് ഞാനിപ്പോൾ വേണ്ടി മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നിർത്തണം. ഇതിനായിട്ട് നാം ഒറ്റ ശബ്ദത്തിൽ നിൽക്കണം. ഇവിടെ ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. 2-3 ആഴ്ച ഒത്തിരി മീറ്റിങ്ങുകൾ അഡ്ജസ്റ്റ് ചെയ്തു.
കേരളക്കാർക്ക് ഇത് അറിയത്തില്ല. അവർക്ക് നല്ല സുഖത്തിലല്ലയോ കഴിയുന്നത്, അവിടെ എന്തോ കുഴപ്പം. ടെല്യൂ, കേരളക്കാരുടെ വിചാരം ഇനി ഇവിടെ കേരളത്തിൽ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന്. അല്ല, നോർത്ത് ഇന്ത്യ ആകാൻ പോവുകയാണ്. നാം വളരെ സൂക്ഷിക്കണം. നമുക്ക് എന്താ കൺസേൺ ഉള്ളത്? കേരളത്തിൽ സുഖമായിട്ടിരിക്കുന്നവർക്ക് വടക്കേ ഇന്ത്യയിലെ നമ്മുടെ പാവങ്ങൾ ജയിലിൽ കിടക്കുന്നതിനെ പറ്റി എന്താ കൺസേൺ ഉള്ളത്? 800 പേരെ ഇറക്കിക്കൊണ്ടുവരാൻ നാം എന്താ ചെയ്യുന്നത്? ഒന്നുമില്ല. നമുക്കിപ്പോഴും സുശേഷന്മാരെ തമ്മിൽ വഴക്ക്, വിശ്വാസം തമ്മിൽ വഴക്ക്, പാസ്റ്റർമാരെ തമ്മിൽ വഴക്ക്, കേസുകൾ. നമ്മൾ എന്തിനാ ഈ പണം കഴിയുന്നത്? കർത്താവ് വരാൻ പോകുന്നു, പീഡനം കൂടുന്നു. 3 കാര്യങ്ങൾ സംഭവിക്കണം. ഞാൻ അതാ ഇന്ത്യ മൊത്തം ഇപ്പോൾ നടക്കുന്നത്. ഒന്ന്, പെർസിക്യൂഷൻ gives us an opportunity to participate in the suffering of our Lord. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോട് നാം ഏകീഭാവം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണ് പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം. യേശു ക്രിസ്തുവിൻ്റെ പീഡനത്തോടുള്ള നമുക്ക് പങ്കാളിത്തം. 2, ഇറ്റ് ഈസ് an opportunity to purify ourselves. നാം തന്നെത്താൻ നമ്മളെ ശോധന ചെയ്യുന്നത്. കർത്താവെ, എന്തിനീ പീഡനം? എന്നെത്താൻ എൻ്റെ കുഴപ്പം കൊണ്ടാണോ പീഡനം? അതിന് ശോധന ചെയ്യുന്നു. 3, ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു പ്രൊപ്പഗേറ്റ് ദ ഗോസ്പൽ. സുവിശേഷം മറ്റുള്ളവർ പറയുന്നതിനുള്ള അവസരമാണ്. ഇതിവിടെ നടന്നേ മതിയാവും പ്രിയപ്പെട്ടവരെ. അത് തന്നെ നടക്കുന്നുണ്ട്. ഇന്ന് അനേക ജയിലുകളിൽ ഇന്ന് ആൾക്കാർ വിശ്വാസി വന്നുകൊണ്ടിരിക്കുക. ജയിൽ പുള്ളികൾ. ഒരു ജോസ് പാപ്പച്ചനും ഷീജ നമുക്കെല്ലാം അറിയാം. എൻ്റെ കുടുംബക്കാരനാണ്, മലപ്പുറക്കാരൻ. വീട്ടിൽ വന്നിരുന്നു. ആദ്യത്തെ 3-4 ദിവസം വലിയ പ്രയാസമായിരുന്നു. എന്തോ ഒരു ഉപദ്രവം ഓർത്തോ. രാവിലെ ചെറിയൊരു ഉണ്ട, ഉച്ചയ്ക്ക് 1 ചപ്പാത്തി, അല്പം ദാല് വെള്ളവും, വൈകിട്ട് ദാല് വെള്ളവും അല്പം ചോറും. അടി ഇടി എന്തെല്ലാം ഉപദ്രവം എന്നറിയാമോ? ആദ്യത്തെ 3-4 ദിവസം ഭയങ്കര പ്രയാസമായിരുന്നു, സഹിക്കാൻ. കർത്താവെ എന്തുകൊണ്ട് ചോദിച്ചു. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് ശക്തിയോട്ട് തന്നു. ദൂതന്മാരെ അയച്ചു, പാടാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഈ ജയിൽ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഓഫീസേഴ്സ് വരാൻ തുടങ്ങി. ജയിൽ പുള്ളികൾ വന്ന് ഇരിക്കാൻ തുടങ്ങി, പാട്ട് പാടാൻ തുടങ്ങി. സ്തോത്രം. ഐ ടെൽ യു, ഞാൻ വാണ്ട് ടു ടെൽ യു, എൻ്റെ അനുഭവത്തിൽ നിന്ന്, അനേക ജയിലിലെ നമ്മുടെ വിശ്വാസികളുടെ അനുഭവത്തിൽ പറയാണ്, ദ ഗ്രേറ്റസ്റ്റ് ഗോസ്പൽ റവല്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇന്ത്യ. ഭാരതത്തിലെ ജയിലറകളിൽ നിന്നാണ് അടുത്ത സുവിശേഷ വിപ്ലവം പൊട്ടിപ്പുറപ്പാൻ തുടങ്ങുന്നത്. ഈ സുവിശേഷത്തെ ആർക്കും ബന്ധിക്കാൻ കഴിയത്തില്ല. സുവിശേഷന്മാരെ കൊല്ലാം. ഇപ്പോൾ ഇവരുടെയൊക്കെ വിചാരം, they think they can kill us and they can grow. ഞാൻ പറയുന്നത്, we will die and we will grow. ഞങ്ങളെ കൊന്ന് നിങ്ങൾ വളരാമെന്ന് ചിന്തിക്കാൻ മിഥ്യയാണ്. ഞങ്ങൾ ചത്ത് വളരും. ഹല്ലേലൂയ. ഇവിടുത്തെ യുവതിമാക്കന്മാർ പറഞ്ഞു, ബ്രദർ, ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഇതാ. 1, കർത്താവിൻ്റെ വരവ് മനസ്സിലാക്കുന്നില്ല. ഇന്ത്യയിലെ പീഡനത്തിൻ്റെ അനുസരിച്ച്. അപ്പോൾ വി ടേക്ക് തിങ്സ് വെരി ഈസി, പ്രത്യേകിച്ച് മലയാളികളായ വിശ്വാസികൾ. നമുക്ക് എപ്പോഴും അമേരിക്ക, ഉലകം, വലിയ സ്ഥാനമാനങ്ങളല്ലേ, അതൊക്കെ മാറി. കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നുണ്ട്, പീഡനം വർദ്ധിക്കുന്നു. എൻ്റെ സ്വന്തം സഹോദരിമാർ ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ എൻ്റെ സഭയിൽ വഴക്കുണ്ടാക്കാൻ ഒക്കുമ്പോഴേ സ്ഥാനമാനം. ഞാൻ എന്തോ പ്രൈസാമർശം കൊണ്ട് നടക്കാമെന്ന് വേണ്ടി. എന്തുകൊണ്ട് എൻ്റെ മനസ്സ് ജയിലിൽ കിടക്കുന്ന സഹോദരിമാരുടെ ഹൃദയത്തിലേക്ക് പോകുന്നില്ല? ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ക്ഷമിക്കണം. എനിക്ക് പട്ടിയോട് വിരോധമൊന്നുമല്ല. പട്ടിക്ക് വേണ്ടി എത്ര രൂപയാണ് നമ്മുടെ സൗരവരിപ്പം മുടക്കുന്നത്? പട്ടിയും പന്നും പാമ്പും ഒക്കെ ഇപ്പോൾ ഇവിടുത്തെ മുഖ്യം. നമ്മുടെ സൗരന്മാർ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താ? നമ്മുടെ പണം എന്തിനു വേണ്ടിയുള്ള? 900 ഒരു ഓഫീസറാണ് പറഞ്ഞത്, 930 കോടി രൂപയാണ് തിരുവല്ലയിൽ തന്നെ ബാങ്കിൽ ഇട്ടിരിക്കുന്ന ബ്രദറുകാരുടെ ബന്ധക്കോസുകാരുടെ രൂപ. ആർക്കും അറിയത്തില്ല. ആർക്കു വേണ്ടിയാ വിൽക്കുന്നേ? നമുക്കുള്ള വസ്തു വിറ്റ് വേലയ്ക്ക് കൊടുക്കുക. ഈ സൗരന്മാരെ ജയിലിൽ നിറക്കുക. ഒരു നേരത്തെ ആഹാരമില്ലാതെ സുവിശേഷന്മാരും വിശ്വാസം കഴിയുമ്പോൾ എനിക്ക് എങ്ങനെ ഇങ്ങനെ വർത്തിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇതൊന്നും രക്ഷിക്കപ്പെട്ടതല്ല. സോറി ബ്രദർ. യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ഒരാൾ, യഥാർത്ഥ അംബാസഡറായിരിക്കുന്ന കർത്താവ് നമുക്കിങ്ങനെ ജീവിക്കാൻ, സുഖമായി ജീവിക്കാൻ അവകാശമില്ല ബ്രദർ. എൻ്റെ സ്വന്തം എൻ്റെ രക്തത്തിൽ നിന്നുള്ളവർ ജയിലിൽ കിടക്കുമ്പോൾ എനിക്കിങ്ങനെ എങ്ങനെ സഭയിൽ വഴക്കൊട്ടാക്കാൻ കഴിയും? സ്ഥാനമാനത്തിന് വേണ്ടി, പെർഫോമൻസിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി മാറണം. അതുകൊണ്ടാണ് പീഡനം വരുന്നത്. എനിക്ക് മലയാളികളോട് പറയാനുള്ളത്, ദൈവം ഇതൊരു വ്യത്യാസം ഉണ്ടാവും, ഒരു കാഴ്ചപ്പാടാണ്. നിങ്ങൾ ഈ ആദിവാസികളുടെ അടുത്ത് പോകും. നമ്മുടെ പിള്ളേരെയും കൊണ്ട്, ബ്രദറെ, ഞാൻ പറയുന്ന ജോലിക്കാരെ, ഒരാഴ്ച നമ്മുടെ കുട്ടികളെയും കൊണ്ട് ഈ ആദിവാസികളുടെ ഇടയിൽ, ഈ സുശേഷന്മാരുടെ ഒരാഴ്ച പോയി താമസിക്കണം. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? കഷ്ടതയാണ്. എന്നാൽ അവരവർ പാടുകയാണ്. അപ്പോൾ ആ കാര്യം. 3ാമത് ഞാൻ കാണിച്ചല്ലോ,
കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ് എൻ്റെ ആ പ്രസംഗം. അത് ഞാൻ പറഞ്ഞല്ലോ, ഗ്ലോബൽ ലീഡർ കമ്മിങ് സൂൺ. ഇതാണ് എല്ലാവരോടും പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ പ്രസംഗിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. അതുകൊണ്ട് ഹൗ ടു പ്രിപ്പയർ ലിവ് എ ലൈഫ് ഡിപ്പെൻഡിങ് ഓൺ ദ റിട്ടേൺ ഓഫ് ദി ലോർഡ്. കർത്താവിൻ്റെ വരവ് അടുത്തതുകൊണ്ട് എങ്ങനെ നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്താൻ കഴിയും. എനിക്ക് വളരെ സന്തോഷമാണ്. കർത്താവ് നാള് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഓടുന്നു. ഇനി എത്ര നാളുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഉള്ളിടത്തോളം കർത്താവിന് വേണ്ടി ചെയ്യാൻ ഇറ്റ്സ് എക്സൈറ്റ്. അടിപൊളിയാണ്. ക്രിസ്ത്യൻ ലൈഫിനെ പോലെ അടിപൊളി ജീവിതം ഒരിടത്തില്ല. എന്തൊരു ധന്യത. ഇന്ന് മരിച്ച കർത്താവിനോടുകൂടെ ആമേൻ. ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി. ഞാൻ പൗലോസിൻ്റെ വാക്ക് ഉദ്ധരിച്ച് മുമ്പ് വലിയ പൗലോസാകാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കരുതേ. ഒന്നുമില്ല. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? വേറൊന്നുമില്ല ബ്രദറെ. എത്ര നാൾ ഇവിടെയുണ്ട്? ഒരു ശ്വാസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുക. എനിക്ക് യുവതിയാക്കന്മാരോട് പറയുന്നത്, നിങ്ങൾക്ക് പെർഫോമൻസ് അല്ല, പ്ലേസ് ആൻഡ് വർഷിപ്പ് അല്ല, അതൊക്കെ വേണം. പക്ഷെ കർത്താവാണ്. ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം പറയാതെ ഉറങ്ങരുത്. ഞാൻ ഈ പുസ്തകം 1,00,000 ഓർഡർ എടുക്കുക. 6 ലാംഗ്വേജ് ചെയ്തു കഴിഞ്ഞു. 1,00,000 പേരെ കർത്താവിലേക്ക് എടുക്കുക. നമ്മൾ ഇന്നും ഒരു ട്രാക്റ്റ് ഇല്ലാതെ പോകരുത്. ഒരു ട്രാക്റ്റോ ഒരു ബുക്ക്ലെറ്റോ ഇല്ലാതെ നാം ഒരിക്കലും ഇവിടം വിടരുത്. ഇവിടം വിടരുത്. അല്ലാതെ വീടിൽ നിന്ന് ഇറങ്ങരുത്. നാം ഇറങ്ങുമ്പോൾ ഓട്ടോയിലാണ് പോകുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചേച്ച് ഇറങ്ങണം. കർത്താവേ, എനിക്ക് നല്ലൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ, അവൻ്റെ ഹൃദയം ഒന്ന് ഒരുക്കി തരണേ. ഞാൻ യേശുവിനെ പറ്റി പറയും. യേശുവിനെ പറയും. 1 മിനിറ്റേ കാണത്തുള്ളൂ, 3 മിനിറ്റേ കാണത്തുള്ളൂ. അവൻ്റെ യേശുവിനെ പറയും. അവൻ്റെ ഒരു ട്രാക്റ്റ് കൊടുക്കാൻ അവൻ്റെ ഹൃദയത്തെ ഒരുക്കണേ. ഇന്ത്യ ഈസ് ഹംഗ്രി. വെള്ളത്തിനായിട്ടുള്ള ദാഹമൊന്നുമല്ല, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല. യഹോവയുടെ വചനത്തിന് വേണ്ടിയില്ലേ ഇന്ത്യക്കാരൻ തേടുക. പെർസിക്യൂഷൻ നടക്കട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് എത്രയോ ബ്രദർ അറിയാമല്ലോ, എത്രയോ പേര് വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതാ ദൈവത്തിൻ്റെ വേല. പക്ഷേ നാം അതിന് തയ്യാറാണ്. ഇന്ത്യ ഈസ് റെഡി, ബട്ട് ആം ഐ റെഡി? ഇന്ത്യ ഈസ് ഹംഗ്രി, ആം ഐ റെഡി ടു ഫുൾഫിൽ ദം ആൻഡ് ഗീവ് ദം ഫുഡ്? അതുകൊണ്ട് ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം പറയാതെ ഉറങ്ങരുതെന്ന് തീരുമാനമുണ്ടാണ്. സുവിശേഷം പങ്കുവെക്കുന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. വേറൊന്നുമില്ല. ഞാൻ ഫിലിം ഇറങ്ങി, 3 ഫിലിം ഇറക്കിയിട്ടുണ്ട്. ഒരു ഫിലിം ഇറക്കുകയാണ് ഞാൻ. ഇന്നലെ എഗ്രിമെൻ്റായി. തണ്ടർ ഇൻ ദ ഹിമാലയാസ്. നമ്മളെല്ലാം കേട്ട് കാണും സാധു സുന്ദർ സിംഗ്. സാധു സുന്ദർ സിംഗിൻ്റെ അനന്തരനും അനുദ്രത്തിയാണ് കിഷൻ സിംഗും ശാന്താ കൗറും. പലർക്കും അറിയത്തില്ല. നിങ്ങളുടെ തലമുറയ്ക്ക് പോലും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സഹോദരി എൻ്റെ വീട്ടിൽ വന്നിരുന്നു. കോവിഡ് സമയത്ത് മരിച്ചുപോയി. നമ്മുടെ നെഹ്റുവിൻ്റെ മിനിസ്ട്രിയിലെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്ന കുമാരി അമൃത കൗറിൻ്റെ അനന്തരനും അനുദ്രത്തിയാണ്. കർപ്പൂർത്തല രാജാവ് പ്രതാപ് സിംഗിൻ്റെ മകനും മകളുമാണ്. ബൈബിൾ കത്തിച്ചവരാണ്. അവസാനം വിശ്വാസത്തിൽ വന്നിട്ട് ആയിരങ്ങൾ കർത്താവിലേക്ക് വന്നു. ഞാൻ ഒരു വലിയ തുകയ്ക്ക്, ഞാൻ പറയുന്നില്ല, ഒരു വലിയ തുകയ്ക്ക് ഒരു 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 ഫിലിം ഉണ്ടാക്കാൻ എഗ്രിമെൻ്റ് ആയിക്കഴിഞ്ഞു. ഇന്നലെ ലൊക്കേഷൻ ഷൂട്ടിംഗ് സെർച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തണ്ടർ ഇൻ ദ ഹിമാലയ. സാധു സുന്ദർസിനെക്കാട്ടിൽ 100 ഇരട്ടി കർത്താവിൻ്റെ പ്രവർത്തനം ചെയ്ത ഇത് എൻ്റെ ആഗ്രഹം. 1.5 കോടി ആൾക്കാരിത് വാച്ച് ചെയ്യുന്നു. ഒരു ഭീമമായ തുകയാണ്. എൻ്റെ പൈസയില്ല, പക്ഷെ ആർക്കുണ്ട്? എൻ്റെ അപ്പൻ്റെ. എൻ്റെ കർത്താവ് ഹി ഓൺസ് എ കാറ്റിൽ ഓൺ 1,000 ഹിൽസ്. 1000 മേടുകൾ മേയുന്ന മാടുകൾ എൻ്റെ വകയാണ്, എൻ്റെ അപ്പൻ്റെ വകയാണ്. പിന്നെ അന്ന് കർത്താവിൻ്റെ എനിക്ക് പൈസയില്ല. എനിക്ക് പൈസ ഉണ്ടെന്നേ. പക്ഷെ എന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ, ഏലിയാവ് ദൈവം കാക്കയെ അയച്ചു. നമ്മൾ കാക്കയെ പിടിച്ച് ഞെക്കി വെച്ചിരിക്കുക. ഏലിയാവിൻ്റെ അടുത്ത് എത്തിക്കുന്നില്ല. അതാ പ്രശ്നം. നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളിൽ നോക്കിയാൽ കർത്താവിൻ്റെ വേലയ്ക്ക് പൈസയില്ലേ. എനിക്ക് കരഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, പട്ടിണി കിടക്കുന്ന സുവിശേഷന്മാർ വിശ്വാസികളുണ്ട്. നാം വലിയ പാതകമാണ് ചെയ്യുന്നത്. നമുക്കുള്ളതെല്ലാം നമ്മൾ ചരവച്ച് വയ്ക്കുക. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ഈയിടെ ഒരു സഹോദരൻ പറഞ്ഞു, കേരളത്തില എന്നെ വിളിച്ചു. വാസ്തവ അതിന് 1.5 കോടി രൂപ ചിലവായി. എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ട്രാക്റ്റ് ഉണ്ടോ നീ? 1.5 കോടി രൂപ എന്തിന്? ഇന്ന് ഞാൻ വിശ്വാസിയാണെന്ന് പറയാം. എന്തോ ബ്രദറെ, ഞാൻ ആരെയും കുറ്റം പറയല്ല കേട്ടോ. അതോ അവരോടാണ് ചിന്തിക്കേണ്ടത്. വേണം, വീട് വേണം, വേണ്ടാത്തല്ല, സുഖമായിട്ട് കഴിയണം. ആർക്ക് വേണ്ടിയായത് ബ്രദറെ? ഇതെല്ലാം കൊണ്ടുപോകും. ഞാനും അംബാനിയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം എന്താ? അദാനിയുമായിട്ടുള്ള വ്യത്യാസം. അവന് കുറേ പൈസ ഉണ്ടാക്കും, ഞാനും കുറേ പൈസ ഉണ്ടാക്കും. എൻ്റെ സമയം 24 മണിക്കൂർ. എനിക്കൊരു സഹോദരനെ അറിയാം. എന്താ പറയുക, യോഗത്തിന് പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പരിപാടി ഉണ്ടല്ലോ, പോകല്ലോ, നമുക്കൊരു സൂചന വേലയും. എന്താ പറയാ, അവിടെ പണി നടക്കുന്നു, ഇവിടെ പണി. എന്തിനാ ഈ പണി തീരാത്ത വീട്? എന്തിനാ? കർത്താവിൻ്റെ രാജ്യം നമുക്ക് പണിയാം. ഞാൻ ഒത്തിരി ആവശ്യമില്ലാത്തത് സംസാരിച്ചായിരിക്കും.
ക്ഷമിക്കണം ബ്രദറെ, എനിക്ക് എന്നെ ചിന്തിപ്പിക്കും. കാരണം ഞാൻ ഈ ജയിലുകളിൽ പോകുന്നു, ആദിവാസികൾ കൂടുതലും ഞാൻ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ ആദിവാസികളില്ല ചിലവഴിക്കും, പാവങ്ങളാണ്. നോക്കിക്കോ, പിമ്പന്മാരൊക്കെ മുമ്പന്മാരാകാം. നമുക്കെല്ലാം നമ്മൾ വലിയ സ്ഥാനത്ത്. കർത്താവ് ഇന്ത്യയിൽ വലിയൊരു വിപ്ലവം നടത്തണം. മലയാളികളായ വിശ്വാസികൾ, പ്രത്യേകിച്ച് ബ്രദറുകാരും പെന്തക്കോസ്തുകാർക്കും വലിയൊരു ആത്മീയമായ പരിവർത്തനം. ഒത്തിരി എണ്ണം രക്ഷിക്കപ്പെടണം. ബ്രദർ പറഞ്ഞ ശിഷ്യന്മാരാണ്. ശിഷ്യത്വം ചെലവുള്ളതാണ്, ശിഷ്യത്വം സമർപ്പണമാണ്, ശിഷ്യത്വം മറ്റുള്ളവരെ അംഗീകരിക്കുന്നതാണ്, ശിഷ്യത്വം മറ്റുള്ളവരെ കാല് കഴുകുന്ന ശിഷ്യത്വം. നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറഞ്ഞു തയ്യാറാണ്. നമ്മുടെ സഭകളിൽ നമ്മൾ അപ്പം മുറിക്കുന്നു, ഞായറാഴ്ച ചെയ്യുന്നു, തിങ്കളാഴ്ച മുതൽ കേസ് കൊടുക്കുന്നു, അടിയുണ്ടാക്കുന്നു, മാറണം. പീഡനം വരും. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞാൻ തിരുവനന്തപുരത്ത് പറഞ്ഞു, വലിയൊരു മഹാസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, കേക്കും കൊണ്ട് വരുന്നവൻ്റെ മടിയിൽ കത്തി ഉണ്ടെന്ന് സൂക്ഷിച്ചോണം. ഇന്ന് കേക്കും കൊണ്ട് നിന്റെ അരമണികളിലെല്ലാം കയറുകയല്ലേ, കത്തിയാണ്. ഞാൻ രാഷ്ട്രീയമായ പ്രസംഗമല്ലോ ചെയ്തത്. ശ്രദ്ധിക്കണം, ഇന്ത്യയിൽ വരാൻ പോകുന്നത് അതിക്രൂരമായ ഭീകരമായ പീഡനം ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. ഇത് കുറയത്തില്ല. 12 സംസ്ഥാനങ്ങളിലായി ഇനിയും അത് സെൻട്രൽ ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കാൻ പോവുകയാണ് ആൻറ്റി കൺവേർഷൻ ബിൽ. ഇവിടെ ഇനി ഒരൊറ്റ വീട്ടിൽ യോഗം കൂടാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ ബോംബെയിൽ ആയിരക്കണക്കിനാണ് വീടുകളിലെ യോഗം, അതെല്ലാം നിർത്താൻ പോവുകയാണ്. നീ എന്ത് ചെയ്യും? നീ നിന്റെ മക്കളും കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അത് പറ്റുന്നില്ല, കാരണം മക്കളില്ലല്ലോ, വീട്ടിലില്ലല്ലോ. ഇതിലേക്ക് മടങ്ങാൻ നമുക്ക് ഓരോ വീടും ഒരു ആരാധന കേന്ദ്രമാണ്. ഇവിടെ വലിയ നേതാക്കളൊന്നും വേണ്ടെന്നേ, പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒന്നും വേണ്ട. ഒരു വീട്ടിൽ ആരാധന 4-5 പേര് മതി. അയലോക്കത്തുകാരൻ്റെ വഴക്കുണ്ടാക്കിയാൽ ആകത്തില്ല. അയലോക്കത്തുകാരനെ വീട്ടിൽ വരുത്തും. പിന്നെ ഒരുമായിട്ട് സ്നേഹിച്ച് നമുക്ക് സഭ തുടങ്ങാം. ഞാൻ ഈ പറഞ്ഞതൊക്കെ അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വളരെ സങ്കടം കൊണ്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു വലിയ വിപ്ലവം ഇവിടെ ഉണ്ടാകാം. അത് കണ്ണുനീരിലേ ഒക്കത്തുള്ളൂ. എപ്പോഴും റിവൈവൽ ഉണർവുണ്ടായിട്ടുള്ളത് കണ്ണുനീരില്ല, ബഹളം കൊണ്ടല്ല. കണ്ണുനീരിൽ വിതച്ചാൽ ആർപ്പോടും. Tears can bring cheers. We need to see the triumph of tears in India by seeing thousands of people coming to the Lord. ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല. യേശു നിന്നെ സ്നേഹിക്കുന്നെന്ന് പറയാൻ റോക്കറ്റ് സയൻസ് വേണ്ടത്. നമ്മുടെ നാക്കിന് എന്താ പ്രശ്നം? ഒരുത്തൻ്റെ കൈ കൊടുത്തേച്ച് ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു ടിക്കറ്റ് വരുമ്പം ആ ടിക്കറ്റ് അതിനോട് വളരെ നന്ദി സാറേ, നന്ദി, യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കും, യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കും പറഞ്ഞാൽ എന്താ കുഴപ്പം? യു ഗോസിപ്പ് ക്രൈസ്റ്റ്, ഗോസിപ്പ് ദ ഗോസ്പെൽ. അങ്ങനെ ഇന്ത്യയിലെ സകല വിശ്വാസികളും എവരി ഡേ ഗോസിപ്പ് ദ ഗോസ്പെൽ. എന്തൊരു വ്യത്യാസമാണ്! ഗോസ്പെൽ ഗോസിപ്പ് ചെയ്യാൻ മറ്റുള്ളവരെ പറ്റി ഞാൻ ഗോസിപ്പ് തീർത്തു. നമ്മുടെ സൈബർ, ലെറ്റ് us fill the cyber space with Christ, with gospel. നമുക്കൊരു അന്യോന്യം വഴക്ക് പ്രശ്നം ഉണ്ടാക്കുന്നവരും ഈ സൈബർ സ്പേസിൽ ഓരോ വാക്യവും ഇട്ടുവിടുക, നിറയ്ക്കുക. നമ്മുടെ ഫോണും എല്ലാം സുവിശേഷത്തിന് വേണ്ടി മുതൽ മുടക്കണം. അവൻ വരും, കർത്താവ് വരും, കോരുങ്ങ. 12 ശിഷ്യന്മാരുടെ ജീവിതം, ആയിരക്കണക്കിന് മിഷണറിമാർ, ലക്ഷക്കണക്കിന് മിഷണറിമാർ അവരുടെ ജീവിതം. അതുകൊണ്ടാണ് നാം ആയിരിക്കുന്നത്. ബാബുഷാന്റെ ഹൃദയത്തിലുള്ളതായ ആ ആത്മീയ കാഴ്ചപ്പാടും കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചുമുള്ളതായ എരിവുമാണ് ഇത്രയധികം ആ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ ഏടുകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രചോദനമായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നതെന്ന് ഇനി ഞാൻ മനസ്സിലാക്കുന്നു. ആകട്ടെ, കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് സുവിശേഷ വേലയുള്ള ബന്ധത്തിലും ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി പോരാടുവാൻ ഈ പോർക്കളത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ജീവിതത്തിലുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ശുശ്രൂഷ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള മറക്കാനാകാത്ത അവിസ്മരണീയമായ ഏതെങ്കിലും ഒരു സംഭവം ഒരുപാടുണ്ടെന്നറിയാം. എന്നാൽ ഏതെങ്കിലും എടുത്തു പറയത്തക്ക ഒരു സംഭവം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് സൂചിപ്പിക്കാമോ? എനിക്ക് വലിയ പറയാനുള്ള, എൻ്റെ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ട് ചില ആൾക്കാർ ഇവിടെ എത്തുന്നു. അതിഭയങ്കരമായ സ്റ്റോറിയാണ്. അതെനിക്ക് മറക്കാത്തൊരു അനുഭവം. ഇത് മൈ എൻകൗണ്ടർ വിത്ത് ട്രൂത്ത് ഞാൻ എഴുതിയ പുസ്തകമാണ്. ധരംപ്രകാശ് ശർമ്മ പാർലമെൻറ്റ് മെമ്പറായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്നു. പുഷ്കറിലെ 450 ടെമ്പിളിൻ്റെ അധിപൻ്റെ മകനായിരുന്നു. ഒരു ദിവസം എൻ്റെ വീട്ടിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കുന്നു.
അപ്പോൾ കഥ കേട്ട് കഴിയുമ്പോൾ ഭാര്യയാണ് തീരുമാനിക്കുന്നത്. പറയും ചാച്ചാ ഈ പുസ്തകം എഴുതണം. അങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയത്. ഈ ഈ ശാന്താക്കോറിൻ്റെ പുസ്തകം അങ്ങനെയാണ്. ഇതാ ബ്രദർ എനിക്ക് മറക്കാനാത്ത അനുഭവങ്ങൾ. ഇത് 11 ഭാഷകളിലുണ്ട്. ഒരു ഫിലിം ഇറക്കി, അനേകർ കർത്താവിലേക്ക് വരുവാനിടയാക്കി. അതാ എൻ്റെ മറക്കാത്ത അനുഭവം. കർത്താവ് കൊണ്ടുതരുക ബ്രദറെ, കർത്താവ് കൊണ്ടുതരുക. അവന് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. കഴിഞ്ഞ 25 വർഷം എനിക്ക് ജോലിയില്ല, ഞാനൊരു പാസ്റ്ററല്ല, ഇവാഞ്ചലിസ്റ്റ് അല്ല, ഒന്നുമില്ല, വീടില്ല, കാറില്ല. പക്ഷെ എന്തോ ഒരു അടിപൊളി ജീവിതമാണെന്നറിയാം. അതാ എൻ്റെ അനുഭവം ബ്രദറെ. കർത്താവ് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. ഇറ്റ്സ് എ ഡിവൈൻ കോൾ. അതാ എൻ്റെ അനുഭവം. എനിക്ക് അതേ പറഞ്ഞു. ആരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ അനേക ശിഷ്യന്മാരുടെ നിങ്ങളുടെയൊക്കെ അതേതല്ലേ, വേറെ അനുഭവത്തല്ലേ. കർത്താവിനെ മാത്രം നോക്കി ഇറങ്ങി, അവൻ്റെ മുഖത്തേക്ക് നോക്കി വരിക. ആരും ലജ്ജിച്ചു പോയിട്ടില്ല, അവരുടെ മുഖം പ്രകാശിതമായി. അതാ എൻ്റെ അനുഭവം. അല്ലാതെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒത്തിരി സംഭവങ്ങളുണ്ട്. എൻ്റെ അടുത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്നത്. ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ എത്രയോ സഹായങ്ങളാണ് വരുന്നത്. പെട്ടെന്ന് ഏഞ്ചൽസിനെ കൊണ്ട് അയക്കുക. ഞാൻ 10-50 കിലോ 3 ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞു. എന്നിട്ടും ഈ പുസ്തകം കൊണ്ടാണ് യാത്ര. ഞാൻ തൊടുന്നതിന് TT എയർ ഹോസ്റ്റസ് ഒക്കെയാണ് എനിക്ക് ഇതെടുത്ത് തരുന്നത്. ഏഞ്ചൽസ്, എൻ്റെ കൂടെ ദൂതന്മാരുണ്ട്. അതൊക്കെ വലിയ അനുഭവമാണ്. 36 വർഷമായിട്ട് ഡയബറ്റിക്കാണ്. ഇന്ന് കർത്താവ് ഓടിക്കുന്നില്ലേ. ഇതൊക്കെ എൻ്റെ അനുഭവം. ഐ എം വെരി ഷുവർ അബൌട്ട് ഹൂ കാസ് കോൾ മീ. അവൻ്റെ സാന്നിധ്യമാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അത് ഒത്തിരി അനുഭവമുണ്ട്, എത്രയോ അനുഭവം. ഏഴോ ദിവസം എക്സൈറ്റ്മെൻറ്റാണ്. എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ള നടപ്പ്, അവൻ എന്നെ കൈകാര്യം. എനിക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. നാളെക്കുറിച്ച് ഞാനിതിനാണ് വിഷമിക്കുന്നത്. എടാ, എൻ്റെ അപ്പൻ ആരാന്ന് എനിക്കറിയാം. എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ എനിക്ക് വലിയ വിഷമം ഇതാണുള്ളത്. ഒത്തിരി ചെയ്യാമായിരുന്നു, ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒത്തിരി ചെറുപ്പകാലത്തൊക്കെ ഉഴപ്പായിരുന്നു. ഈ കഴിഞ്ഞ ചില വർഷങ്ങൾ ചെയ്തതിൻ്റെ ഒക്കെ ഒന്ന് ചേരുന്നത് എന്ത് നന്നായിരുന്നില്ല. പക്ഷെ കർത്താവിനോട് ചോദിക്കുക, ഇനി എത്ര ആളുണ്ടെന്ന് അറിയത്തില്ല, ഉള്ളിടത്തോളം ഓടുക. അപ്പോൾ എൻ്റെ അനുഭവം അതാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നായിട്ടില്ല പറയാം. പക്ഷെ എനിക്ക് ഐ എം എ പീപ്പിൾ മാൻ. എൻ്റെ വീട്ടിൽ ആൾക്കാർ വരുന്നത്, എനിക്ക് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കഥകളുണ്ട്, ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ ഓർത്ത് വെറും ആകസ്മികമായിട്ട് അവർ കാണുന്നു. ഇങ്ങനെ ആകസ്മികമായിട്ട് ഒരാൾ വീട്ടിൽ വരുന്ന, ഒരു പുസ്തകം എഴുതുന്നു, ഫിലിം ഇറക്കുന്നു. അത് ആയിരങ്ങൾ. ഇത് അറിയില്ല, മൻമോഹൻ സിംഗ് ഇത് വായിച്ചേച്ച് വിളിച്ചു. ഇതുപോലുള്ള ആൾക്കാർ ധാരാളം 350 MPമാരിലേക്ക് കൊടുത്തു. ഈ പുസ്തകം 400 MPമാരിലേക്ക് കൊടുത്തു. മൻമോഹൻ സിംഗിന് കൊടുത്തു. അപ്പം ഇതൊക്കെ അനുഭവങ്ങളല്ലേ, ഇതൊക്കെ മറക്കാനാത്ത അനുഭവങ്ങളല്ലേ. എത്രയോ പേര്. അപ്പോൾ എവിടെ ചെന്നാലും ഇത് പങ്കുവെക്കാൻ, ഇത് ഞാൻ ബൈബിൾ ചെയ്തു എന്നുള്ള എൻ്റെ കർത്താവിനെ പറ്റി പറയാനുള്ള അവസരങ്ങളാണ് അനുഭവം എന്ന് പറയും. എത്രയോ അവസരങ്ങളുണ്ട്, എത്രയോ അവസരം. കഴിഞ്ഞ ഒരു ദിവസം വരെ അനുഭവം പറയാം. ഞാനിപ്പോൾ കയറുമ്പോൾ തന്നെ വിമാനത്തിൽ അല്ലാത്ത കയറുമ്പോൾ പറയും നമസ്കാരം, അടുത്ത ആളുമായിട്ട് അങ്ങ് പരിചയപ്പെടും, സംസാരിക്കും, അങ്ങനെ അവരുമായിട്ട് ഇടപെട്ടും. അപ്പോൾ അവസാനം അവർ ചോദിക്കും എന്താ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഐ റൈറ്റ് ആൻഡ് ടോക്ക് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. ചിലർ പുസ്തകം ദേഷ്യം ഒന്നും പറയത്തില്ല, ചിലർ നല്ലതെന്ന് പറയും. കഴിഞ്ഞ ഒരു ദിവസം കയറിയപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ബോംബെക്ക് ഞാൻ വരുക. ഭയങ്കര ഒരു കാശ്, അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയാം, ഹൈലി ഇംപെക്കബിളി ഡ്രസ്ഡ് പേഴ്സൺ, ഭയങ്കര റിച്ചാണെന്നറിയാം. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിൻ്റെ തോന്നി പുസ്തകം കൊടുക്കണം. എൻ്റെ ഈ പുസ്തകം ഞാൻ കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ വായിച്ചു വെച്ച് അദ്ദേഹത്തെ പറഞ്ഞു, നിങ്ങൾ ഏതാണ്ടെല്ലാം എന്തൊക്കെയോ പഠിച്ച ആളാണല്ലോ, ഡിഗ്രിയൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഓടിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ ഓട്ടോഗ്രാഫി വേണമെന്ന് പറഞ്ഞു. ഞാനത് കൊടുത്തു. ഇതൊക്കെ അനുഭവമല്ലേ. വേറൊരു ദിവസം ഞാൻ ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവാം. സാധാരണ ഒരു 8-9 കോപ്പിയുമായിട്ടാണ് കയറുന്നത്. എല്ലാ എയർ ഹോസ്റ്റസും കൊടുക്കണം, 2 പൈലറ്റുമാർക്കും കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ ഫുഡ് സെർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു പുറയിലൊരു 3 എയർ ഹോസ്റ്റർമാരിപ്പോൾ അവർക്ക് കൊടുത്തു. അപ്പോൾ ഒരാളിങ്ങനെ നോക്കിയേച്ച് പറഞ്ഞു, ഞങ്ങളെ ഇത് നല്ലതാണല്ലോ, ഞങ്ങളോടൊന്ന് പറയാൻ പറ്റുന്നതാണ്. ഞാൻ 1.5 മണിക്കൂർ വിമാനത്തിലിരുന്നിട്ട് യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞു 3 എയർ ഹോസ്റ്റർമാരോട്. ഇതുപോലൊക്കെ ഒത്തിരി അനുഭവങ്ങൾ പറയാം. എൻ്റെ അനുഭവം മൊത്തം ഇതാ. എത്രയോ ആൾക്കാർ. അപ്പം നമ്മുടെ ഉദ്ദേശം ഇതാണ്. നല്ല പ്രതികരണമുള്ളത്രേ, നല്ല അതാണ് എൻ്റെ ജീവിതത്തിലെ അനുഭവം എന്ന് പറയുന്നത്. അനേകർ ഈ പുസ്തകം വായിക്കുന്നു. കർത്താവിൽ അനേകർ, എനിക്ക് അങ്ങനെ ഒരാളെ കാണിക്കാനില്ല ഞാൻ പ്രസംഗിച്ചാണ് എന്നുമില്ല. കാണുമെന്ന് ഞാൻ വിശ്വസിച്ചു. കർത്താവ് പറഞ്ഞ വിതയ്ക്കാനേ പറയട്ടുള്ളല്ലേ. ഫലം നമുക്ക് നോക്കണ്ടല്ല, അത് കർത്താവില്ല. ഇത് മുൻമഴിയും പിന്മഴിയും അയച്ച അവനല്ലേ എന്നറിയുന്നത്. അതാ ബ്രദർ എൻ്റെ അനുഭവം. എൻ്റെ അനുഭവം ഈ പുസ്തകങ്ങളൊക്കെ ദൈവം എന്നിങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് എഴുതിയാണ്. ഞാൻ ഗാന്ധിയെപ്പറ്റി ഒരു പുസ്തകം എഴുതാൻ പോവാം. ഇന്ത്യയുടെ
സ്വാതന്ത്ര്യ സമരം എല്ലാമാണ്. ഗാന്ധിയെ പറ്റി എഴുതുന്നു, വേറെ 2-3 പുസ്തകങ്ങൾ എഴുതുന്നു. 4 പുസ്തകം എൻ്റെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞിട്ടേ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് വന്നാലും ഞാൻ പോയാൽ തയ്യാറാണ്. കുഴപ്പമില്ല. അതാ എൻ്റെ അനുഭവം. ഐ എം സോ എക്സൈറ്റഡ് വാട്ട് ഗോഡ് ഈസ് ഡൂയിങ്. ഈ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എൻ്റെ വേറൊരു അനുഭവം ഈ ആദിവാസികളുടെ ഇടയിൽ പോകുമ്പോഴാണ്. ഈ ആദിവാസികളുടെ ഇടയിൽ ഞാൻ ഒരു ദിവസം ഞങ്ങൾ കുറുമ്പരുടെ രാത്രിയിൽ പോയി. കുറുമ്പയുടെ രാത്രിയിൽ ഞാനൊരു ബൈബിൾ ട്രാൻസ്ലേറ്റ് പോയി. മാത്യു പോളിങ്ങട തമിഴ്നാട്ടിലാണ്, നീലഗിരി കാട്ടിലാണ്. 3-4 മണിക്കൂർ യാത്ര ചെയ്ത് ചെന്നപ്പോൾ അപ്പോൾ അവർ വിചാരിച്ച് ഞങ്ങൾ ഇവന്മാരുടെ ചാരായം വാറ്റുന്നത് പിടിക്കാൻ ഇറങ്ങിയ ഓഫീസേഴ്സാണെന്നാണ് വിചാരിച്ച്. അപ്പോൾ അവർ രാത്രി ഞങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചു. ഞങ്ങൾക്കൊരു ഗൈഡുണ്ട്, ആ കുറുമ്പ ജാതിയാണ്. അവൻ പറഞ്ഞു അല്ല, അവരങ്ങനെയൊന്നും ഉള്ളവരല്ല. അവൻ പറഞ്ഞ് രക്ഷപ്പെടുത്തി. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഞങ്ങളുടെ പുറയിൽ മുകളിലെല്ലാം ചാരായ കുപ്പികളാണ്. ദൈവം രക്ഷിച്ചു. ഇതുപോലൊക്കെ അനുഭവങ്ങൾ ഇഷ്ടംപോലെ അവരുടെ അപകടങ്ങൾ വിക്ഷേപിക്കുന്നു. ഇന്റലിജൻസ് ഓഫീസേഴ്സ് വരുന്നു, ചോദ്യം ചെയ്യുന്നു. നമുക്കിതൊരു പ്രശ്നമല്ല. കർത്താവിന് വേണ്ടി അത് ഒത്തിരി അനുഭവം ഉണ്ട്. എഴുതാൻ തീരത്തില്ല. എൻ്റെ അനുഭവം ഒന്നും വേണ്ട, അത് മുകളിൽ മതി. ഒത്തിരിയൊക്കെ പങ്കുവെച്ചു. എക്സൈറ്റ്മെൻ്റ് ആണ്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുക, യേശുക്രിസ്തുവിൻ്റെ വക്താവായിരിക്കുക, ഇതിനേക്കാൾ കൂടിയ തൊഴിൽ ലോകത്തിലൊന്നുമില്ല. പൗലോസ് എന്താ പറഞ്ഞത്? കർത്താവിനെ ഏൽപ്പിച്ച തൊഴിലിനാണ്, ഉദ്യോഗം അല്ലേ, എൻ്റെ ഉദ്യോഗപ്രകാരം. ഇതിനേക്കാൾ വലിയ ഉദ്യോഗമുണ്ട് വേറെ യേശുവിൻ്റെ വക്താവായിരിക്കുക എന്നുള്ളത്. നമ്മുടെ തലമുറ അങ്ങനെ എഴുന്നേക്കണം. ഓരോ വിശ്വാസിയും ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണ്, ശിഷ്യനാകണം. മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും പാദം കഴുകാൻ തയ്യാറാവും. അതാ എൻ്റെ അനുഭവം. അതാ ഒത്തിരി പേരെ ദൈവം കൊണ്ടുവന്നു, ഒത്തിരി അടുത്ത് ഞാനും പോയി. ഈ ബൈബിൾ എടുത്തോണ്ടാണ് ഞാൻ ലോകം മൊത്തം യാത്ര ചെയ്യാൻ കഴിഞ്ഞത്. പ്രസിഡന്റ് ഒബാമ ബ്രേക്ക്ഫാസ്റ്റ് വിളിച്ചിരുന്നു 2013. ഈ ഫെബ്രുവരിയിൽ പ്രസിഡന്റ് ട്രംപിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പ്രേയർ ബ്രേക്ക്ഫാസ്റ്റ്. ദൈവം കൊണ്ടുപോകല്ലേ ബ്രദറെ? ഒത്തിരി പ്രൈം മിനിസ്റ്റേഴ്സ്, ഒത്തിരി വലിയ ആൾക്കാരുടെ ദൈവം കൊണ്ടുപോയി. ഈ ബൈബിൾ എടുത്തോണ്ട് ഒന്നും കുറവായിട്ടില്ല. ലോകം മൊത്തം യാത്ര ചെയ്യുന്നു, ഒരു പൈസയും വരവില്ല. പക്ഷേ ദൈവം കൊണ്ടുപോകല്ലോ. ഇതൊക്കെ എന്തൊരു അനുഭവം ബ്രദറെ. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, പിന്നെ വേണ്ടി അവൻ അംബാസഡറോട് ശക്തമായിട്ട് പോവാം. എന്തൊരു ഒരു ഉദ്യോഗസ്ഥനാണ് പറയുന്നത് നമ്മളൊക്കെ. അതുകൊണ്ട് ഇതിലൊരു നിരാശയില്ല, എക്സൈറ്റ്മെൻറ്റാണ്. യേശുവിൻ്റെ ശിഷ്യനായതിനേക്കാൾ കൂടുതൽ യാതൊന്നുമില്ല. അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. താങ്ക് യു. ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി ഓർമ്മകളും ഒരുപാട് ദൈവീയ ഇടപെടലുകളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാം പറയുവാൻ ഉള്ള ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് ചുരുക്കം വാക്കുകൾ ആണ് കർത്താവിൻ്റെ ദാസനെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എങ്കിൽ പോലും ചില കാര്യങ്ങൾ കൂടി അത്യാവശ്യമായിട്ട് അറിയേണ്ടതുള്ളത് കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ സഭയെക്കുറിച്ചുള്ള ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ദീർഘവീക്ഷകൻ എന്ന നിലയിൽ ഉള്ള ഒരു നിജസ്ഥിതി അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നൊന്ന് രത്നച്ചുരുക്കമായിട്ട് ഒന്ന് പറയാമോ? കഴിഞ്ഞ 10 വർഷമായിട്ട് അതിരൂക്ഷമായ അക്രമങ്ങൾ നടക്കുന്നു, പീഡനം നടക്കുന്നു. അതേസമയം വളരെ ശക്തമായ സുവിശേഷ വേലയും നടക്കുന്നുണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് നോർത്ത് ഇന്ത്യ. ഇത് തെക്കേ ഇന്ത്യയിലേക്ക് വരണം. ഞാൻ കഴിഞ്ഞ ഒരു പ്രസംഗത്തിൽ പറയുമായിരുന്നു, നമുക്ക് വടക്കേ ഇന്ത്യ വേണ്ട, യു പി നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ മണിപ്പൂരിലേക്ക് പോവുക. നോർത്ത് ഈസ്റ്റ്, ഞാൻ മലയാളികളെ ഇന്ന് വെല്ലുവിളിക്കുന്നത് നോർത്ത് ഈസ്റ്റിലേക്ക് പോകണം. അവിടെ ഒരു 90% നാമധേയ ക്രൈസ്തവർ, അവരെ രക്ഷിക്കപ്പെട്ടവരല്ല. 1830 മുതലേ സുവിശേഷം കേട്ടവരാ. നോർത്ത് ഈസ്റ്റിലെ 7 സംസ്ഥാനങ്ങൾ. അവിടെ പോകണം. എന്തായിട്ടാണ്? സുവിശേഷകനായിട്ട് പോകണ്ട, കമ്പ്യൂട്ടർ ടീച്ചറായിട്ട്, ട്യൂഷൻ ടീച്ചറായിട്ട്, നേഴ്സായിട്ട്, ഡോക്ടറായിട്ട്. ഞാനൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, CDC, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് കൺസൾട്ടൻസ്. ഒരു ബിസിനസ് കാർഡ് അടിക്കുക, ഐ എം എ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് കൺസൾട്ടൻറ്റ്. അവിടെ പോയി 2 മുറി എടുക്കുക, ചെറിയ മുറി എടുക്കുക, ഒരിടത്ത് ട്യൂഷൻ നടത്തുക, അവിടെ ബൈബിൾ ക്ലാസ്സും തുടങ്ങുക. നമുക്ക് നോർത്ത് ഈസ്റ്റിലെ 7 സംസ്ഥാനങ്ങളിൽ ഒരു ആത്മീയമായ വിപ്ലവം വരുത്താവുന്നുണ്ടെങ്കിൽ ഇന്ത്യ മൊത്തം പോകും. ഇംഗ്ലീഷ് നല്ലപോലെ അറിയാം. അപ്പം അടുത്ത 10 വർഷം പീഡനം വർദ്ധിക്കും, സഭ വർദ്ധിക്കും. പക്ഷേ മലയാളികളോട് ദൈവം ചോദിക്കും. തമിഴന്മാരും ആന്ധ്രക്കാരും നമ്മളെക്കാട്ടിലൊക്കെ ഇപ്പോൾ അധ്വാനിക്കുന്നുണ്ട്. നമുക്കടുത്ത തലമുറയോ ഇന്നത്തെ സഭകളോ ഇതിൽ യാതൊരു കുറേയൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. ഒത്തിരി പ്രവർത്തനം നടക്കുന്നുണ്ട്, പോരാ. മലയാളികൾ 2000 വർഷം മുമ്പ് കേരളത്തിൽ
തോമസ് ലീഗ വന്നിട്ട് ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ആരാ? നമ്മുടെ തലമുറ ഇതിന് യോഗ്യരായിരുന്നില്ല. നമ്മളിതിന് യോഗ്യ നമുക്ക് എന്താ ഒരു പ്രത്യേകത? എൻ്റെ കർത്താവ് നമ്മെ സ്നേഹിച്ചില്ലേ? നാം കടപ്പാടുള്ളവരാണ്. നമ്മുടെ അപ്പച്ചന്മാർ അമ്മച്ചിമാർ കർത്താവിന് വേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറ എന്ത് ചെയ്യും? എൻ്റെ മക്കൾ, ഞാൻ എൻ്റെ മക്കളുടെ കാര്യം ഉൾപ്പെടെയാണ്. ഞാൻ എൻ്റെ മക്കളെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നുണ്ടോ? ഞാൻ സമർപ്പിക്കപ്പെടുന്നു? ഇതൊറ്റ ചോദ്യവും. പക്ഷേ സഭ വളരുണ്ടോ? പേടിക്കണ്ട, ദോഷമില്ല. ഒരു ചിന്തയാണ്, ആരുമില്ല നീ ഒഴികെ ചാരുവാൻ ഒരാൾ പാരിൽ എൻട്രി. ഇവിടുത്തെ പീഡന അനുഭവത്തിൽ കർത്താവ് കൂടെ നമ്മോട് കൂടെ ഉണ്ട്. പക്ഷേ എനിക്ക് പ്രയാസമില്ല ബ്രദറെ, ഇന്ത്യയിൽ വലിയൊരു ആത്മീയ വിപ്ലവം വരാൻ പോവാം. അയ്യോ, സുവിശേഷന്മാരെ കൊല്ലാം, സുവിശേഷത്തിനോ ബന്ധനമില്ല. കർത്താവ്, ഇന്ത്യക്കാർ പാവങ്ങളാണ് ബ്രദറെ, അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരാ. പരമേശ്വര എവിടെയെന്ന് അന്വേഷിക്കുന്നത്. ഈ റിലീജിയസ് റിച്വൽസ് എല്ലാം ദൈവത്തെ അന്വേഷിക്കുന്നു. എന്നാൽ റിലീജിയൻ ഈസ് സീക്കിംഗ് ഗാഡ്, ബട്ട് ഗോസ്പൽ ഈസ് ഗോഡ് സീക്കിംഗ് മാൻ. അതേ നമ്മൾ പറയുന്നുള്ളൂ. സഹോദര സഹോദരി, നീ നിന്റെ പള്ളിയിൽ അമ്പലത്തിൽ പോയി പ്രസംഗിക്കില്ലേ, ഇതാ നിന്നെ തേടി വന്ന ദൈവം, അത് പറഞ്ഞാൽ മതി. അത് റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട. യേശു നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ മതി. അങ്ങനെ ഇന്ത്യയിൽ വലിയൊരു, ഞാൻ നിരാശനല്ല ബ്രദറെ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും അത് നമ്മുടെ വിശ്വാസികളോട് ബന്ധത്തിലാണ് എനിക്ക് നിരാശ. ദൈവം പുതിയ ആൾക്കാരെ ഉപയോഗിക്കും. ഈ ആദിവാസി വിശ്വാസികളാണ് ധൈര്യമായിട്ട് നിൽക്കുന്നത്. പഴയ പാരമ്പര്യ എന്നാ സുറിയാനി ക്രിസ്ത്യാനി അല്ല, നേരെ നിൽക്കുന്നത് ആദിവാസി ക്രിസ്ത്യാനികളാണ്. അവരെ ദൈവം ഏൽപ്പിക്കും. ഇന്നത്തെ SC ST മധ്യേ, ആദിവാസികളുടെ ട്രൈബൽ ഗോത്രവർക്കാരുടെ വലിയ വിപ്ലവം നടക്കുക. 180 ഭാഷകൾ അവർക്കല്ലേ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 180 ട്രൈബൽ ഗോത്ര ഭാഷകൾ ദൈവത്തിൻ്റെ വചനം നൽകിക്കൊണ്ടിരിക്കുക. അത് വെറുതെ ആണോ വെറുതെ? ഒരു ആത്മീയുണ്ടോ? നമുക്ക് നിരാശപ്പെടണ്ട, നമ്മൾ കൂടെ നിന്നാൽ മതി. നമുക്കുള്ള ധനവും സമയവും, നമുക്ക് ഒരാളെ വിളിച്ചൊന്ന് ഫോൺ ചെയ്യാം, ഒരു ടീമായിട്ട് വന്നിട്ട് പോകാം. ചർച്ചയിൽ നിന്ന് ഒരു 3-4 പേര് ഇവരുടെ അടുത്തുനിന്ന് പോകാം. കേരളത്തിലെ, ഇന്ത്യയിലെ മലയാളികൾ വിചാരിച്ചാൽ വലിയൊരു ആത്മീയ വിപ്ലവത്തിന് അവർ താങ്ങാകും. മറ്റുള്ളവർ മുന്നോട്ട് വരും. അപ്പം നമുക്ക് കൂടെ നിന്നാൽ മതി. നമ്മുടെ കഴിവുകളും നമ്മുടെ ധനവും വിഭജിച്ചിട്ട് അവർക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി. ഞാൻ നിരാശയുണ്ട് കേട്ടോ. ഇന്ത്യ വലിയൊരു വിപ്ലവം കാണാൻ പോവാം, വലിയ വ്യത്യാസം വരാൻ പോവാം. യേശുവിൻ്റെ ക്രൂശിങ്കിലേക്ക് ജനം വരാൻ പോവുകയാണ്. എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് മുഴങ്കാൽ മടക്കാൻ പോവുകയാണ്. So that India will be filled with the knowledge of the glory of Christ as waters cover the sea. വെള്ളം സമുദ്രത്തിൽ നിറയുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്താൽ ഭാരതം നിറയാൻ പോവുകയാണ്. പക്ഷേ നമ്മുടെ കണ്ണുനീര് വേണം, നമ്മുടെ സമർപ്പണം വേണം, നമ്മുടെ അധ്വാനം വേണം, നമ്മുടെ ത്യാഗം വേണം. ആമേൻ, ആമേൻ. ഈ കാലഘട്ടത്തിൽ ഓരോ വിശ്വാസിയും വളരെ ഗൗരവത്തോടുകൂടി ഓർത്തിരിക്കേണ്ടുന്ന, അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ടുന്നതായ ചില നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ ക്രൈസ്തവ സമൂഹം ചില കാര്യങ്ങൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു, എങ്കിൽ പോലും ഒന്നുകൂടി ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന ചില വിഷയങ്ങളുണ്ടാകാം. ഒരു മുൻനിരയിൽ നിന്ന് ഈ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ പല നേതൃത്വത്തെയും ലീഡേഴ്സിനെയും ഒക്കെ മുൻനിരയിൽ നിന്ന് അവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരുപാട് ഈ വിഷയങ്ങളെക്കുറിച്ച് അവബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് ക്രൈസ്തവ സമൂഹത്തിന്, പ്രത്യേകിച്ച് ഇന്നത്തെ ദൈവമക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം എന്താണ് എന്നൊന്ന് ചുരുക്കം വാചകങ്ങളിലൊന്ന് ഓർപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ യേശുക്രിസ്തുവിൻ്റെ സ്വാധീനം തുടരണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ബിഗിൻ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ഇവാഞ്ചലിസം. നമ്മൾ സ്നേഹിതരെ ഉണ്ടാക്കണം. ഇപ്പം നമ്മളിപ്പോൾ സഹായ സൗകര്യം ഒന്നും നമുക്ക് ആവശ്യമില്ല. ഒരു വീട്ടിൽ ഇപ്പോൾ പണ്ടൊക്കെ ഗ്രാമങ്ങളിൽ എല്ലാവരെയും അറിയാമായിരുന്നു. നമ്മുടെ അവിടെ പുതുതായിട്ട് വരുന്നൊരു പോലീസ് ഓഫീസറുമായിട്ട് പരിചയപ്പെടുന്നുണ്ടോ? പഞ്ചായത്ത് ഓഫീസിൽ പോയിരുന്നുണ്ടോ? നമുക്ക് യാതൊരു ബന്ധവുമില്ലല്ലോ. ഫ്രണ്ട്ഷിപ്പ്, ഇന്ത്യയിൽ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പേ ഒക്കത്തുള്ളൂ. അപ്പം നമ്മുടെ അയൽക്കാരുമായിട്ട് എന്നെപ്പോലെ അയൽക്കാരനെ സ്നേഹിക്കാം. കർത്താവ് അതാ പറഞ്ഞേ, നിന്നെപ്പോലെ നീ മറ്റുള്ളവരെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവാഞ്ചലിസം നമ്മുടെ സ്ട്രാറ്റജി ആയിട്ട് മാറണം. മറ്റുള്ളവരെ ചിരിക്കുക, സഹകരിക്കുക, ആവശ്യങ്ങൾ പങ്കുവയ്ക്കുക. സോ മേക്ക് ഫ്രണ്ട്ഷിപ്പ്, മേക്ക് പാർട്ട്നേഴ്സ് ആൻഡ് ബി പാഷനേറ്റ് അബൌട്ട് ദെയർ നീഡ്സ്. അവരുടെ ആവശ്യങ്ങളിൽ പങ്കുവച്ചിട്ട് ഒരു അയൽവക്കത്തെ 4-5 പേരെ മതി. അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. നമ്മൾ അകന്നു, നമ്മൾ ഒത്തിരി വേർപെട്ട് ജീവിക്കുക. നമ്മുടെ കൂട്ടുമായിട്ട് മാത്രം, നമ്മുടെ മീറ്റിങ്ങുകളെല്ലാം എന്നാ
നമ്മുടെ ഒരു മാസത്തിൽ എത്ര എന്തുവാ ലവ് ഫീസ്റ്റാണ് നമ്മുടെ അസംബ്ലികളിലുണ്ട്, ചർച്ചകളിലുണ്ട്. നമുക്ക് നമ്മൾ തന്നെയാണ്. ഇന്ന് അയലോക്കത്തുകാരൻ നമ്മളുണ്ടോ എന്ന് തിരക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇന്നത്തെ സ്ഥിതി, നാം ഉപ്പായിട്ട് വെളിച്ചമായിട്ട് മാറണം, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, ചിരിക്കാൻ പഠിക്കണം. ഒത്തിരി വിശ്വാസം ചിരിക്കത്തില്ല, മറ്റുള്ളവർ ഒരു മന്ദനം പറയത്തില്ല. ഇതൊന്നും ലോക്കൽ സയൻസ് അല്ല. അതാ വേണ്ട ഒന്നാമത്തെ കാര്യം, അത് ഫ്രണ്ട്ഷിപ്പ്, ഇവാഞ്ചലിസം. പിന്നെ പ്യൂരിറ്റി. സോ പാർട്ട്ണർഷിപ്പ്, ദെൻ പ്യൂരിറ്റി. ഞാൻ വിശുദ്ധനായിട്ട് ജീവിക്കണം കേട്ടോ, മറ്റുള്ളവരുടെ മുമ്പാകെ അല്ല. ഞാൻ കപടഭക്തിയല്ല. കർത്താവെ മറ്റുള്ളവർ കാണണം. നമ്മുടെ പഴയ അപ്പച്ചമ്മ അമ്മച്ചിമാർ അങ്ങനെ അല്ലായിരുന്നു. ഞാനൊരു പഞ്ചായത്തിലെ ഒരു ഇൻറ്റീരിയറല്ല, കേരളത്തിൽ ചെങ്ങറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ പോയി ചില വർഷങ്ങൾക്ക് മുൻപ്. ഒരു അപ്പച്ചൻ മരിച്ചു, ഞങ്ങളുടെ മലപ്പുറത്ത് പോയ അപ്പച്ചൻ. അപ്പോൾ അവിടുത്തെ ഹൈന്ദവൻ പഞ്ചായത്ത് പ്രസിഡന്റ് എഴുന്നേറ്റ് പറയുക, ഈ അപ്പച്ചൻ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ വെളിച്ചമായിരുന്നു. ഇങ്ങനെ എന്തൊരു സ്വാധീനം. ഇപ്പം പറയുമോ, എത്ര വേർപാടുകാരെയും ബന്ധക്കോസുകാരെയും പറയും ഇവൻ വെളിച്ചമാണ് പറയുമോ? നമുക്ക് സമയമായിട്ട് ആരും ബന്ധവുമില്ല. കർത്താവ് സ്വന്തം യഹൂദന്മാരുടെ കൂടെ മാത്രമല്ല, കർത്താവ് അവിടെയുള്ള മറ്റ് ജനങ്ങളോടത്ത് പോയി, സിനഗോഗ് മാത്രമല്ല, എല്ലായിടത്തും പോയി. ഒന്ന് അത് പ്യൂരിറ്റി വേണം. എൻ്റെ ജീവിതം വിശുദ്ധമാണ്, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഒക്കും. കർത്താവിനെ പോലെ വിശുദ്ധരായിട്ട് ജീവിക്കണം. പിന്നെ പർപ്പസ്ഫുള്ളായിരിക്കും. പാർട്ണർഷിപ്പ്, പ്യൂരിറ്റി ആൻഡ് പർപ്പസ്ഫുൾ. ഒരു നിമിഷം പോലും എനിക്ക് വേസ്റ്റ് ചെയ്യാനില്ല യേശുവിനെ പറ്റി പറയാം. ഒരാൾ ഒരു ദിവസം പറയാതിരുന്ന അതിനെ നരകത്തിലൊരു പൊയ്ക്കൊണ്ടേയിരിക്കുകയല്ലേ. ഞാൻ മുമ്പേ പറഞ്ഞത് ഞാൻ ഏറ്റു പറയുകയാണ്. അപ്പോൾ എ പാഷൻ ഫോർ ദ പെരിഷിങ് സോൾസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആറുകാൾ നമ്മളെ എതിർത്താലും ഒന്നും നമുക്കുണ്ടാകത്തില്ല. കർത്താവേ, ഇന്നത്തെ എൻ്റെ ക്രിയകളും ഇന്നത്തെ എൻ്റെ പ്രവർത്തനങ്ങളും ചിന്തകളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണം. ഒരാളെയെങ്കിലും യേശുവിനെ പറ്റി പറയുവാനുള്ള, ഒരാളോടെങ്കിലും പറയുന്നതിനുള്ള അവസരം തരും. ഫോക്കസ് ആയിരിക്കും. സോ പാർട്ട്ണർഷിപ്പ്, പ്യൂരിറ്റി, പർപ്പസ്, ഫോക്കസ്, ആൻഡ് ദെൻ ലുക്കിംഗ് ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോ. കർത്താവ് ഞാൻ റെഡി. ഒരു ഭാരമില്ല, എല്ലാ ഭാരവും വിട്ടേക്കും. ഈ ലോകത്തിൽ ഒരു ചിന്തയും വേണ്ട. ആഹാരവും വസ്ത്രവും പാർപ്പും ഒന്നും ചിന്തയില്ല. കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുക. നത്തിങ് എൽസ്. ഞാൻ ഇന്ന് മരിക്കുമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഇന്ന് ഒന്നേ മരിക്കല്ലേ കർത്താവ് വരും. എനിക്ക് തോന്നുന്നില്ല പ്രത്യേക കർത്താവിൻ്റെ വരവിനോട് നാം ഇത്ര ഗൗരവമായിട്ട് ചിന്തിക്കും. കർത്താവ് ഇന്ന് വരുമെന്നൊരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം വരുത്തുന്നത്? എൻ്റെ സഭകൾ ഇങ്ങനെയല്ലോ വാങ്ങും. നമ്മൾ എന്തായി സംസാരിക്കുന്നത്? ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ കർത്താവിൻ്റെ കാര്യമാണ്. ഇതിനുള്ള അവസാനമായിട്ട് എനിക്ക് വേറൊന്നും പറയാനുള്ളത്. വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ പങ്കുവെച്ച് കൊണ്ടുപോകും. താങ്ക് യു ഫോർ ദിസ് അരോമ TV. ഇത് 4 പേര് കേൾക്കട്ടെ. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ആത്മീയമായിട്ട് ദുർബലരായിരിക്കുന്ന ചിലരെങ്കിലും ഒരു പക്ഷെങ്കിൽ നമ്മളെ വീക്ഷിക്കുന്നുണ്ടാവും. അവരോട് എന്താണ് അവർക്കൊരു പ്രോത്സാഹനം എന്ന നിലയിൽ അവരെ എൻകറേജ് ചെയ്യാൻ ചില വാക്കുകൾ അവർക്ക് വേണ്ടിയിട്ട് എന്ന് പറയാമോ? അരോമ TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ 3 കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് ജയിലില്ലാന്ന് ഓർത്തോണം. ഇടത് കയ്യിൽ ഒരു ചങ്ങല, വലത് കയ്യിൽ ചങ്ങല. അതുകൊണ്ട് എഴുതുക, റിജോയ്സ്, സന്തോഷിക്കുക, പിന്നെയും സന്തോഷിക്കുക. എന്നെക്കൊണ്ട് നിങ്ങളെ കൊണ്ട് വെക്കുവോ? ഇതിനെക്കുറിച്ച് കൂടുതൽ ജയിലിൽ കിടക്കുക. സുവിശേഷ നിമിത്തം ജയിലിൽ കിടന്ന അനുഭവം നമുക്കൊന്നുമില്ലല്ലോ. നമുക്കെന്താ ഒരു അസുഖം വരുന്നു, പിള്ളേരുടെ കല്യാണം നടക്കും, ഇതൊക്കെയല്ലേ നമ്മുടെ ഭാരം. കർത്താവ് എന്താ പറഞ്ഞത്? നീ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. 2 കാര്യങ്ങളാണ്. സമാധാനത്തിൻ്റെ ദൈവം നിനക്ക് ബിയോണ്ട് കോംപ്രിഹെൻഷൻ, നമ്മുടെയൊക്കെ നനയ്ക്കുന്നതിലും അത്യന്തപരമായി സമാധാനം തരും. ഹി വിൽ ഗൈഡ് യു. ദ പീസ് ഓഫ് ഗോഡ് വിൽ ഗൈഡ് യു. അടുത്ത വാക്യത്തിൽ പറയുന്നത് സമാധാനത്തെ ദൈവം നിങ്ങളെ കാക്കും, ഗാരിസൺ ചെയ്യും. ഗോഡ് ഓഫ് പീസ് വിൽ ഗാരിസൺ വിൽ ഗാർഡ് യു. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. രണ്ടാമത്, ഹീ ഈസ് മൈ പീസ്. 4-ാം അധ്യായത്തിൽ പറയുന്നു, ഫിലിപ്പിയർ 4, ഹീ ഈസ് മൈ പവർ. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, പക്ഷേ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിലും മതിയായാണ്. 3, എൻ്റെ ദൈവമോ നിങ്ങളുടെ മുത്തോട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തുന്ന ക്രിസ്തുവേശു തീർത്തു തരും. ഹി ഈസ് മൈ പ്രൊവിഷൻ. എനിക്ക് നിങ്ങൾ എന്തെങ്കിലും നിരാശയാണെങ്കിൽ, കാൽവരി ക്രൂശിൽ ഒന്നുമില്ലാതെ, ആരോരുമില്ലാതെ കാൽവരി ക്രൂശിൽ ആരും കൂടെ നിന്നില്ല.
പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ഒന്നാം പ്രതിവാദത്തിങ്കൽ ആരും കൂടെ നിന്നില്ല. പക്ഷെ അടുത്ത വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവോ എന്നോട് തുണ നിന്നു എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി. മരിക്കാൻ പോവാ, സന്തോഷിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങ് സന്തോഷിക്കാം. ഈ ക്രിസ്ത്യൻ ജീവിതം അയ്യോ പൊത്തൊന്നും ജീവിക്കരുത്. എക്സൈറ്റഡ് ആണ്, നിരാശനൊന്നും അറിയുമ്പോൾ അസുഖം വരട്ടെന്നേ. ക്യാൻസർ വരട്ടെ. എൻ്റെ വീട്ടിൽ 6 പേർക്ക് ക്യാൻസറാണ്. 6 പേർക്ക് ക്യാൻസറാണ് എൻ്റെ വീട്ടിൽ. സാരമില്ലെന്നേ, ഇത് ശരീരമല്ലേ ഉള്ളൂ. ക്രിസ്തുവിൽ സന്തോഷിക്കുക, കർത്താവിൻ്റെ വരവിനെ നോക്കി ജീവിക്കുക. ദ്രവത്വം അദ്രവത്വത്തെ ധരിക്കാൻ പോകില്ല. നിങ്ങളുടെ ഇന്ന് ഈ പ്രഭാഷണം കേൾക്കുന്നതിൽ, ഈ ചർച്ച കേൾക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നിരാശ, രോഗമാവട്ടെ, അസുഖമാവട്ടെ, ധനത് പ്രശ്നമാകട്ടെ, പിള്ളേരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാവട്ടെ, കുടുംബ പ്രശ്നമാവട്ടെ, കർത്താവിൻ്റെ കൈകളിലേക്ക് പനമേൽപ്പിക്കുക. കർത്താവിനോട് പിടിച്ച് ചോദിക്കാവുന്നേ, കരയാവുന്നേ. കണ്ണുനീർ തൂരുമ്പോൾ കരളരിയുന്ന കർത്താവാണ്. പിതാവേ ശ്രദ്ധിച്ചു, പിതാവ് കേട്ടോ? ഇല്ല. എന്നെയും നിങ്ങളെ ഓർത്തപ്പോൾ പിതാവ് പുത്രനെ ഗൗനിച്ചില്ല. കർത്താവ് എന്നാൽ കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. യോഹന്നാൻ 14. ഞാൻ കൂടെയുണ്ട്, ഞാൻ പോകുന്നു, തിരിച്ചു വരുന്നു. ഇതിൽ എന്താ വേണ്ടി? അവർ ഗോഡ് ഈസ് നോട്ട് ഓൺലി എ കവനന്റ് മേക്കിംഗ് ഗോഡ്, ഈസ് എ കവനന്റ് കീപ്പിംഗ് ഗോഡ്. ഉടമ്പടി ചെയ്യുന്നവൻ മാത്രമല്ല, ഉടമ്പടി പാലിക്കുന്നവനാണ്. അവനെ അങ്ങ് വിശ്വസിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിരാശയുടെ കാരണം വിശ്വാസമില്ലായ്മ. അവനെ വിശ്വസിക്കുന്നത്. യോഹന്നാൻ 14 10 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് വ്യാകുലപ്പെടരുതെന്ന് പറഞ്ഞു പഠിക്കുക. അപ്പോൾ ഇത്രയുള്ള 1, ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് അവനെ വിശ്വസിക്കുക. വാഗ്ദത്തം, അവൻ്റെ വാഗ്ദത്തം, അവൻ വാക്ക് മാറാത്തവനാണ്. ആ വാക്ക് മാറാത്തവൻ വിശ്വസിക്കുക പൂർണ്ണമായിട്ട്. കർത്താവെ പിടിച്ചു പറ്റുക. അങ്ങ് പറഞ്ഞാൽ മതിയെന്നേ. എടാ, എൻ്റെ അപ്പനല്ലയോ, കേൾക്കാൻ ശ്രദ്ധിക്കുകയല്ലേ. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് 4 കാര്യങ്ങളാണ് നമുക്കുള്ളൂ. 1, പിതാവായ ദൈവം 24 മണിക്കൂർ ഹീസ് വാച്ചിങ് ഓവർ us ഇൻ ഹെവൻ. ഗോഡ് ദി ഫാദർ വാച്ചിങ് ഓവർ us 24 hours ഇൻ ഹെവൻ. തൊട്ടടുത്ത് പുത്രനാം ദൈവം യേശുക്രിസ്തു ഈസ് ഇന്റർസീഡിങ് ഫോർ us ആസ് ആൻ അഡ്വക്കേറ്റ് 24 hours ഹെവൻ. 24 മണിക്കൂർ നമുക്ക് വേണ്ടി എൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി വാദിക്കുന്നവനാണ്. 24 മണിക്കൂർ. 3, പരിശുദ്ധാത്മാവായ ദൈവം ഈസ് ഇൻ മീ 24 hours ടു ഗാർഡ് മീ ആൻഡ് ഗൈഡ് മീ. എന്നെ നയിക്കുന്നതിനും എന്നെ പരിപാലിക്കുന്നതിനും 24 മണിക്കൂറും ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവ്. അത് മാത്രമല്ല, ദ ഏഞ്ചൽസ് ഓഫ് ദി ലോർഡ് എൻകാമ്പത്ത് അറൗണ്ട് യു. ദൂതസംഘം എൻ്റെ ചുറ്റുമുണ്ട്. പിന്നെ എന്നാ ബ്രദറെ, ഇന്ന് വൈകിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ല. അയ്യോ, ഇത് കൊള്ളുന്ന വേണം. പിതാവും പുത്രനും സ്വർഗത്തിൽ, പരിശുദ്ധാത്മാവും ദൂതന്മാരും ഇവിടെ. ഇതുപോലെ ഒരു സംഘമുണ്ടോ? ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാം. ഹീസ് മൈ പവർ, ഹീസ് മൈ പീസ്, ഹീസ് മൈ പ്രൊവിഷൻ. അത് മതി. നീ മതി. ആരുമില്ല നീ ഒഴികെ ചാരുവാൻ ഒരാൾ പാരിൽ എൻ പ്രിയ. നിന്നേക്കാൾ സ്നേഹിപ്പാൻ എന്നുടെ ആയുസിൽ ഒന്നും ഉണ്ടാകല്ലേ കർത്താവെ എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് കർത്താവെ വരുന്നു. അവൻ്റെ പ്രത്യക്ഷ, അവൻ്റെ വരവ് നമുക്ക് ജീവിക്കാം. നമ്മുടെ സമയവും താലന്തുകളും അവസരങ്ങളും വിഭവശേഷികളും അതിനുവേണ്ടി നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് മുതൽ മുടക്കാം. അനേകരെ നരകത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ വലിച്ചെടുക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു പ്രിയ ബാബുച്ചായൻ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച്, അതുപോലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിർദ്ദേശങ്ങൾ, പ്രായോഗിക ഉപദേശങ്ങൾ, ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും, അതുപോലെ വചനത്തിൻ്റെ ആഴമേറിയ ചില പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും ഒക്കെ വളരെ വ്യക്തമായി ഈ സമയത്ത് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം അരോമ TV കടന്നു വന്ന് ഈ സമയം വേർതിരിച്ചതിന് ഒത്തിരി 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 നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ടോക്ക് പ്രേക്ഷകർക്ക് വലിയ അനുഗ്രഹവും വേറിട്ട ഒരു അനുഭവമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ദാസന് ഈ ഒരു സമയം നമ്മളോടൊപ്പം വേർതിരിക്കുവാൻ ഇടയായി തീർന്നല്ലോ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും കർത്താവ് കൊടുത്ത് ശക്തമായി കർത്താവിൻ്റെ പേരിൽ വർദ്ധിച്ചു വരുവാൻ നമുക്ക് പ്രേക്ഷകരായ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഇത് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ. ആയിരക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ ഒരു ടോക്ക് ഷെയർ ചെയ്യപ്പെടുവാൻ, ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അരോമ TVയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ സമയം നാം ചുരുക്കം പാചകം നമ്മെ പ്രാർത്ഥന സഹായിക്കും. സ്തോത്രം ചെയ്യാം. പിതാവേ, നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല.
ഉലകസ്ഥാപനത്തിന് മുമ്പേ അടിയങ്ങളെ വിളിച്ചു വേർതിരിച്ചല്ലോ, ഞങ്ങളെ ഓർത്തല്ലോ, ഞങ്ങളെ ഞങ്ങളുടെ മക്കളായല്ലോ, ഞങ്ങൾക്കല്ലോ, ഞങ്ങളെ ദത്തെടുത്തല്ലോ, കാൽവരി രക്തം തന്ന് ഞങ്ങളെ വീണ്ടെടുത്തല്ലോ, പുത്രനായവനിൽ പ്രിയനായവനിൽ ഞങ്ങളെ അംഗീകരിച്ചല്ലോ. സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ വകയാണ് കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവമക്കളെന്ന് വിളിക്കുവാനുള്ള അവകാശം. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ഹൃദ്യമായി പ്രിയ ദൈവദാസനോട് കൂടി അരോമ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ പല കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനിടാക്കി. കർത്താവെ, എന്തെങ്കിലും തെറ്റായിട്ട് പെട്ടവർക്ക് ക്ഷമിക്കണമേ. ഇത് അങ്ങയുടെ നാമത്തിനായിട്ട് തീരുന്നു. അനേകം ഇത് കേൾക്കും കർത്താവെ. കർത്താവെ, അങ്ങയുടെ വരവ് അടുത്തിരിക്കാണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി നിണം ചൊരിഞ്ഞതിനായി സ്തോത്രം. ഞങ്ങളെ എല്ലാവരെയും, ഈ പ്രേക്ഷകരെ എല്ലാവരെയും കർത്താവിൻ്റെ രക്തത്താൽ ഒരു കുടുംബത്തിൻ്റെ ബന്ധിച്ച് അംഗങ്ങളാക്കിയതിനായിട്ട് സ്തോത്രം. എന്തൊരു ഭാഗ്യം. യഹോവ ദൈവമായി ജനം ഭാഗ്യമുള്ളത്. ആ ഭാഗ്യവന്മാരുടെ നിലയിൽ ഞങ്ങളെ വിളിച്ചു വേർതിരിക്കുക മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി വീടൊരുക്കിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും വരും. കർത്താവെ, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതോന്റെ ശബ്ദത്തോടും കൂടെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഞങ്ങളോട് ചേർത്തുകൊള്ളുവാനായിട്ട് സ്തോത്രം. അതുവരെ ഞങ്ങളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിവേകത്തോടെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഈ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. അരോമാറ്റിയിലെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. അതിനുള്ളിൽ അധ്വാനിക്കുന്നവർക്കായി സ്തോത്രം. ആവശ്യമായ സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ട്, മറ്റാവശ്യങ്ങളെല്ലാം അവിടുന്ന് നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ആരും നശിച്ചു പോകാനിടയാകരുതേ, ആരും നിരാശരാകുവാനിടയാകരുതേ. സന്തോഷിക്കുവാൻ, ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ, പിന്നെയും സന്തോഷിക്കുവാൻ, ക്രിസ്താവെ അങ്ങയുടെ വരവ് ലക്ഷ്യമാക്കി ആനന്ദത്തോടെ, ആകർഷത്തോടെ, ആകാംക്ഷയോടെ ജീവിക്കുവാനിടയാക്കണമേ. എല്ലാറ്റിനായി സ്തോത്രം. അങ്ങയുടെ വരവിനായിട്ട് ഒരുക്കണമേ. സ്തോത്രം. ആമേൻ. അങ്ങ് വരും. യേശു കർത്താവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളിത് അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ആമേൻ. താങ്ക് യു പ്രിയ ബാബുചാൻ. ഒരു പ്രാവശ്യം അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത്തരണത്തിൽ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് ഏറെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി കൂടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യ വചന ചിന്തയുമായി വീണ്ടും കൂടി കാണുന്നവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.